കഥ തുടരുന്നു. വിജയിയെ എത്രയും വേഗം കണ്ടെത്തണമെന്ന് SP അരുണാചലം പോലീസ് സേനയ്ക്ക് നിർദ്ദേശം നൽകി. എന്നാൽ എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവൾ എവിടെയെന്ന് സൂചന പോലും കിട്ടിയില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ റെഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽപ്പെട്ട SIമാർ സമാന്തരമായ അന്വേഷണവും നടത്തുന്നുണ്ടായിരുന്നു. അവസാനം നിരാശയോടെ അവർ ഒത്തുകൂടി. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ അവിടെ പുഷ്പമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. എന്നാലും ഒരു ഫോൺ കോളിൽ നിന്ന് പോലും വിവരം കിട്ടാത്തതാണ് അത്ഭുതം. സൈബർ സെൽ SI ബിന്ദുലാൽ അത്ഭുതപ്പെട്ടു. ശത്രുക്കൾ കരുതലോടെ തന്നെയാ ബിന്ദുലാലെ, ആർജവ് പറഞ്ഞു. മാത്രമല്ല, അനൂപിനെ വധിക്കാനും വിജയിയെ കിഡ്നാപ്പ് ചെയ്യാനുള്ള മോട്ടീവാണ് പിടികിട്ടാത്തത്. അനൂപ് സായാഹ്നപത്രം പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു. വിജയയുടെ അമ്മയുമായി സംസാരിച്ചപ്പോൾ കിട്ടിയ അറിവാണ്. പക്ഷേ പത്രം തുടങ്ങും മുമ്പ് കൊലപാതകത്തിലേക്ക് നയിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഉമേഷ് കുമാറും പറഞ്ഞു. SIമാരായ ബെഞ്ചമിനും വിഷ്ണുദാസും മാത്രം മിണ്ടിയില്ല. കടുത്ത ആലോചനയിൽ ബെഞ്ചമിൻ ഒരു സിഗരറ്റിന് തീപിടിപ്പിച്ച് പുകയൂതി. അല്പം കഴിഞ്ഞ് അയാൾ ചുണ്ടനക്കി. വിജയ മുഖ്യമന്ത്രിയുടെ മകനെ കണ്ടെത്താൻ ഇറങ്ങുമെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നല്ലോ. ആ വഴിക്ക് നീങ്ങുമ്പോഴാണോ ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടായതെന്ന് അറിയില്ലല്ലോ. ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മറ്റുള്ളവർക്കും തോന്നി. റിംഗ് റോഡിലൂടെ തുരുത്തുരെ വാഹനങ്ങൾ പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. തങ്ങളുടെ അന്വേഷണത്തിന് പുതിയ മാർഗങ്ങൾ അവർ ചിന്തിച്ചു. സ്പാനർ മൂസയെ എത്ര വേഗം കണ്ടുപിടിക്കണമെന്ന SP സാറിൻ്റെ നിർദ്ദേശവും നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. വിഷ്ണുദാസ് ബിന്ദുലാലിന് നേരെ തിരിഞ്ഞു. സൈബർ സെൽ വഴിയല്ലാതെ ഒന്നിനും ഉത്തരം കിട്ടില്ല. എത്ര ദിവസം അവന്മാർ ഫോൺ ചെയ്യാതിരിക്കും? നമുക്കൊരു തുമ്പ് കിട്ടും തീർച്ചയാ. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റാന്നിയിൽ ഒരിടത്തുണ്ടായിരുന്നു പിങ്ക് പോലീസ് SI വിജയ. ആറ്റിത്തീരത്തുള്ള ജാതിത്തോട്ടത്തിന് നടുവിലുള്ള ഒരു പഴയ വീട്ടിൽ മുകളിൽ നിന്ന് തൂക്കിയിട്ടിരുന്ന ഒരു കയറിൽ കൈകൾ ഉയർത്തിക്കെട്ടിയ നിലയിലായിരുന്നു അവൾ. തൂങ്ങി നിൽക്കുന്നത് പോലെ. മുഖം അടിയേറ്റ് കരിവാളിച്ചിരുന്നു. തോൾപ്പലകകൾ പൊട്ടിപ്പോകുന്ന വേദന. വായിൽ കുത്തിത്തിരികിയ തുണി. നദിയിൽ സാമാന്യം ജലമുണ്ടായിരുന്നു. അതിലൂടെ ഒരു കൊച്ചുവള്ളം താഴേക്ക് വരുന്നുണ്ടായിരുന്നു. അതിൽ 2 പേർ. തോട്ടത്തോട് അടുത്തതും ഒരാൾ വള്ളം കരയിലേക്ക് തുഴഞ്ഞു അടുപ്പിച്ചു. അപരൻ ചാടിയിറങ്ങി. വള്ളത്തിൽ കെട്ടിയിരുന്ന കയർ വലിച്ച് ഒരു മരക്കുറ്റിയിൽ കെട്ടി. ശേഷം രണ്ടാമന് നേർക്ക് കൈനീട്ടി. അയാൾ വള്ളത്തിൽ വെച്ചിരുന്ന ഏതാനും പ്ലാസ്റ്റിക് കാരിബാഗുകൾ എടുത്തു നൽകി. ശേഷം ഇരുളിൻ്റെ മറപ്പറ്റി ഇരുവരും തോട്ടത്തിലേക്ക് കുത്തുകല്ലുകൾ കയറി. പകൽ പോലും വെളിച്ചം കടന്നു ചെല്ലാത്ത വിധം നിറഞ്ഞു നിൽക്കുകയാണ് ജാതി മരങ്ങൾ. അവയിൽ നിറയെ കായകൾ. അവർ അടിയിലൂടെ നടന്നപ്പോൾ കായകൾ തലയിൽ മുട്ടി. ഒരു അമേരിക്കക്കാരൻ്റെ തോട്ടമായിരുന്നു അത്. തോട്ടം സൂക്ഷിപ്പുകാരൻ മാത്രമാണ് ആ കെട്ടിടത്തിൽ താമസം. അയാളാണെങ്കിൽ മദ്യപിച്ച് ബോധമില്ലാതെ ഒരു മുറിയിൽ കിടക്കുകയാണ്. അയാൾക്ക് ബോധം വീഴുമ്പോഴൊക്കെ വിജയയെ അവിടെ എത്തിച്ചവർ വീണ്ടും മദ്യം നൽകി സൽക്കരിച്ചു കൊണ്ടിരുന്നു. വള്ളത്തിൽ വന്ന 2 പേരും കെട്ടിടത്തിന് മുന്നിലെത്തി. ചൂണ്ടുവിരൽ മടക്കി ഒരു പ്രത്യേക താളത്തിൽ വാതിൽ മുട്ടി. അടുത്ത നിമിഷം വാതിൽ തുറക്കപ്പെട്ടു. ഗ്രിഗറിയായിരുന്നു അകത്ത്. അകത്തെ ലൈറ്റിൻ്റെ മങ്ങിയ വെളിച്ചം പുറത്തേക്ക് പാളി വീണു. അവർ പെട്ടെന്ന് അകത്ത് കയറി വാതിലടച്ചു. പെട്ടെന്ന് ഗ്രിഗറിയുടെ ഫോൺ ശബ്ദിച്ചു. അപ്പുറത്ത് സ്പാനർ മൂസയായിരുന്നു. ഗ്രിഗറി കാൾ അറ്റൻഡ് ചെയ്തു. മൂസയുടെ ശബ്ദം കേട്ടു. ഇങ്ങോട്ടൊന്നും പറയണ്ട, നിങ്ങൾ എവിടെയാണെന്ന് പോലും പോലീസ് ഫോൺ ചേർത്തുന്നുണ്ട്. മനസ്സിലായി, ഗ്രിഗറി പറഞ്ഞു. നമ്മുടെ അതിഥി എന്തിയെ? ഇവിടെ ഉണ്ട്. സൂക്ഷിക്കണം. ആരാണെന്ന് അറിയില്ലെങ്കിലും അവനെ ആ മുസഫിർ സുബ്രഹ്മണ്യ ഇഷോയെ അറിയാം. പിന്നെ അതിഥിയിൽ നിന്ന് ഇന്ന് രാത്രി എല്ലാ വിവരവും മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് നേരിൽ കാണാം. ശരിയാണ? ഗ്രിഗറി കാൾ മുറിച്ചു. പിന്നെ അപ്പോൾ വന്നവരെ നോക്കി. എല്ലാം അകത്തു കൊണ്ടുവയ്ക്കുക. അവർ പ്ലാസ്റ്റിക് കാരിബാഗുകൾ ഡൈനിങ് റൂമിലെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ഒരാൾ അതിൽ നിന്ന് ചപ്പാത്തിയും പൊരിച്ച കോഴിയും മദ്യക്കുപ്പികളും എടുത്ത് നിരത്തി. അവനെ കൂടി വിളിക്കണ്ടേ? അയാൾ അവിടേക്ക് ചെന്ന് ഗ്രിഗറിയെ നോക്കി. വിളിക്കേ. അയാൾ അടുത്ത മുറിയിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് തോട്ടം സൂക്ഷിപ്പുകാരനെ വിളിച്ചു കൊണ്ടുവന്നു. നടരാജൻ, അതായിരുന്നു തോട്ടം സൂക്ഷിപ്പുകാരൻ്റെ പേര്. അപ്പോഴും അയാളുടെ കാലുകൾ വേച്ചു പോകുന്നുണ്ടായിരുന്നു. ചേട്ടൻ ഇവിടെ ഇരിക്കേ. ഗ്രിഗറി അയാളെ പിടിച്ച് ഒരു കസേരയിലിരുത്തി. മുന്നിൽ മദ്യക്കുപ്പി കണ്ടപ്പോൾ അതുവരെ പകുതി തുറന്നിരുന്ന നടരാജൻ്റെ കണ്ണുകൾ മുഴുവനും തുറന്നു. ഒഴുക്കി വേഗം. അയാൾ നാവ് നീട്ടി ചൊടി നനച്ചു. ഗ്രിഗറിക്ക് ആ ആർത്തി കണ്ടപ്പോൾ ദേഷ്യം വന്നു. പക്ഷേ കടിച്ചമർത്തി. അയാൾ കൂട്ടാളികളിൽ ഒരാൾക്ക് കണ്ണുകൊണ്ട് ഒരു സംജ്ഞ നൽകി. കൂട്ടാളി 1/2 ഗ്ലാസോളം റം പകർന്ന് നടരാജന് നൽകി. വെള്ളം പോലും ചേർക്കാതെ ഒറ്റ വലിക്ക് അകത്താക്കി നടരാജൻ. പിന്നെ ഒരു ചപ്പാത്തി എടുത്തു ചുരുട്ടി. ഒരു കൈയിൽ ചിക്കൻ പീസും. രണ്ടിലും മാറി മാറി കടിക്കാൻ തുടങ്ങി. എന്നാൽ സ്പാനർ മൂസ ഗ്രിഗറിയെ വിളിച്ചു പറഞ്ഞത് സൈബർ സെൽ യൂണിറ്റിൽ ഉണ്ടായിരുന്നവർ പിടിച്ചെടുത്തു. ആ വിവരം അപ്പോൾ തന്നെ ബിന്ദുലാലിനെ അറിയിച്ചു. ജില്ലാ സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങാൻ ഭാവിക്കുമ്പോഴാണ് ബിന്ദുലാലിന് വിവരം കിട്ടുന്നത്. അയാൾ ഒപ്പമുള്ള 4 പേരോടും വിവരം പറഞ്ഞു. അതിഥി വിജയ തന്നെ ആയിരിക്കുമെന്ന് അവർ ഊഹിച്ചു. അറ്റൻഡ് ചെയ്യപ്പെട്ട ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബിന്ദുലാൽ സൈബർ സെല്ലിൽ തനിക്ക് പകരമിരിക്കുന്ന SIയോട് പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ മറുപടി കിട്ടി. സ്ഥലം റാന്നിയാണ്. ആ ഫോൺ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് തിരിക്കുകയാ. ഞങ്ങളുടെ ലൊക്കേഷൻ കൂടി നോക്കിയിട്ട് സ്ഥലം പറഞ്ഞു തരണം.
അറിയിച്ചിട്ട് മറ്റുള്ളവരെയും കൂട്ടി ബിന്ദുലാൽ ബൊലേറോയിൽ കയറി. പോലീസ് വാഹനം റാന്നിക്ക് പാഞ്ഞു. ആ സമയം ജാതിത്തോട്ടത്തിന് നടുവിലെ വീട്ടിൽ മദ്യസേവയും ഭക്ഷണവും അവസാനിപ്പിച്ചിട്ട് ഗ്രിഗറിയും കൂട്ടരും എഴുന്നേറ്റു. കൈ കഴുകുക പോലും ചെയ്യാതെ നടരാജൻ വീണ്ടും കിടക്കാൻ പോയി. ഗ്രിഗറിയും സംഘവും കൈ കഴുകി ഓരോ സിഗരറ്റിന് തീ കൊളുത്തി പുകയൂതി. ഇന്ന് അവളിൽ നിന്ന് എല്ലാം അറിയണമെന്ന സ്പാനർ അണ്ണൻ പറഞ്ഞിരിക്കുന്നത്. വാ. അയാൾ മറ്റുള്ളവരെയും കൂട്ടി പിങ്ക് പോലീസ് SI വിജയെ ബന്ധിച്ചിരുന്ന മുറിയിലേക്ക് ചെന്നു. പാദപതന ശബ്ദം കേട്ടപ്പോൾ തന്നെ വിജയ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഗ്രിഗറി ഒരു തെറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ ഒരു ഉറക്കം. ഒഴിക്കടാ അവിടെ തലയിലേക്ക് വെള്ളം. കൂട്ടാളികളിൽ ഒരാൾ അവിടെ ഇരുന്ന ഒരു ബക്കറ്റ് വെള്ളമുയർത്തി അവളുടെ മുഖത്തേക്ക് ചെപ്പി. വിജയുടെ ശിരസിലൂടെയും വായിൽ തിരികെ തുണിയിലൂടെയും വെള്ളമൊഴുകി. ഹാ. വിജയ തല കുടഞ്ഞു. അപ്പോൾ മാത്രം സ്വബോധം വീണ്ടും കിട്ടിയതുപോലെ കണ്ണുകൾ തുറന്ന് മുന്നിൽ നിൽക്കുന്നവരെ പകച്ചു നോക്കി. അവിടെ അണ്ണാക്കിൽ നിന്ന് തുണി വലിച്ചു മാറ്റടാ, ഗ്രിഗറി കൽപ്പിച്ചു. ഒരു കൂട്ടാളി വിജയുടെ വായിൽ നിന്ന് തുണി വലിച്ചു കയറി. വെള്ളം. അടുത്ത സെക്കൻഡിൽ വിജയ മന്ത്രിച്ചു. ഇത് നല്ല കാര്യം. ഗ്രിഗറി പൊട്ടിച്ചിരിച്ചു. നടുക്കടലിൽ നിൽക്കുന്നവന് കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയുന്നത് പോലെ നിന്റെ തലവഴി ഒഴിച്ചേക്കുകയല്ലേ വെള്ളം. ഒലിച്ചു വരുന്നത് നക്കി കുടിക്കടി പോലീസുകാരി. ഈ ബന്ധനത്തിൽ അല്ലായിരുന്നെങ്കിൽ ഇവൻ്റെ കവിളടക്കം ഒന്ന് പൊട്ടിക്കാമായിരുന്നു എന്ന് തോന്നി വിജയ്ക്ക്. അവളുടെ മുടിയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ വെള്ളത്തുള്ളികൾ നാസിക തുമ്പിലൂടെ ചുണ്ടിലേക്കിട്ടു. ആർത്തിയോടെ വിജയ നാവ് നീട്ടി ആ വെള്ളം നുണഞ്ഞു. അതുകണ്ട് ഗ്രിഗറിക്കും സംഘത്തിനും ഹരമേറി. കൊള്ളാം, അനുസരണയുള്ള പട്ടിക്കുട്ടിയാണ് ഇപ്പോൾ നീ. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ലടി. പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഇവിടെ നടക്കത്തില്ല. അന്ന് ഞങ്ങളെ തല്ലിയതിനും തല്ലിച്ചതിനും അടക്കം കണക്കു തീർത്തിരിക്കും ഞങ്ങൾ. ഗ്രിഗറിയുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. ഏതാനും തുള്ളി വെള്ളം നാവിൽ ചെന്നതോടെ വിജയുടെ പാരവശ്യം ഏറി. ഒരു കുടം വെള്ളം ഒറ്റ വലിക്ക് കുടിക്കാനുള്ള ഭ്രാന്ത്. ഗ്രിഗറി പറഞ്ഞു, നിനക്ക് ആവശ്യത്തിന് വെള്ളവും വളവും തന്ന് നിന്നെ ഞങ്ങൾ പുഷ്ടിപ്പെടുത്തും. എന്നിട്ട് ഈ രാത്രി തന്നെ നീ പൂക്കുകയും കാക്കുകയും ചെയ്യുമടി. അയാളുടെ ചുണ്ടിൽ ഒരു വഷളൻ ചിരി പരന്നു. അല്ലെങ്കിൽ അവർ രണ്ടുപേരെയും ഞങ്ങൾക്ക് നീ ചൂണ്ടിക്കാണിച്ചു തരണം. നോബിൾ തോമസിനെയും പിന്നെ ആ പന്ന റാസ്കലിലെ മുസഫിർ സുബ്രഹ്മണ്യ ഈശോ അവനെയും. വിജയ വല്ലവിധേനയും നാവനക്കി. ഇത് രണ്ടും നടക്കുന്ന കാര്യമില്ല. കാരണം അവർ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഗ്രിഗറിയുടെ മുഖം കല്ലിച്ചു. അവരുടെ കൂടെയല്ലേ നീയും പോകുന്നത്? അത് നേരാ. പക്ഷേ അയാൾ കൽക്കി അവനെയും കൊണ്ട് കടന്നു കളഞ്ഞു. ഗ്രിഗറിയും കൂട്ടാളികളും പരസ്പരം നോക്കി. ഒരാൾ അറിയിച്ചു, അതൊക്കെ ഇവിടെ നമ്പറാ ഗ്രിഗറി ചേട്ടാ. ഒരു 5 മിനിറ്റ് ഇവളെ ഒറ്റയ്ക്ക് എനിക്ക് വിട്ടുതാ, ഞാൻ പറയിക്കാം സത്യങ്ങൾ. ഗ്രിഗറി അയാൾക്ക് നേരെ തലച്ചിരിച്ചു. നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ആദ്യം ഞാൻ ഇവളെ കൊണ്ട് എല്ലാം പറയിച്ചോളാം. പിന്നെ പട്ടിക്ക് ഇറച്ചി കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരാം. ഗ്രിഗറി ഒരു കസേര വലിച്ച് അവൾക്ക് മുന്നിലേക്ക് നീക്കിയിട്ടിട്ട് അതിലിരുന്നു. നിന്നെ എന്തും ചെയ്യുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മനസ്താപവുമില്ല, അത് മറക്കരുത്. നിനക്ക് നിന്റെ പ്രാണനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അറിയാവുന്നത് മുഴുവൻ പറയടി. SI വിജയ മിണ്ടിയില്ല. ആ സമയം റാന്നി പഴയ ബസ് സ്റ്റാൻഡിന് അരികിലെത്തിയിരുന്നു പോലീസിൻ്റെ ബൊലേറോ. അത് പാലത്തിലേക്ക് കയറിയതും സൈബർ സെല്ലിൽ നിന്ന് വിളി വന്നു. നിങ്ങളുടെ ഇടതുഭാഗത്തെ ഏതാണ്ട് 500 മീറ്ററിനുള്ളിലാണ് നേരത്തെ പറഞ്ഞ ഫോൺ ഇപ്പോൾ ഉള്ളത്. SI ബിന്ദുലാൽ ബൊലേറോ ബ്രേക്കിട്ട് നിർത്തി. പാലത്തിന് നടുവിൽ എല്ലാവരും തിടുക്കപ്പെട്ട് ഇറങ്ങി. ആർജവും ഉമേഷ് കുമാറും ബെഞ്ചമിനും വിഷ്ണുദാസും പാലത്തിൻ്റെ കൈവരിയിൽ പിടിച്ച് താഴേക്ക് നോക്കി. മങ്ങിയ വെളിച്ചത്തിൽ ആറ്റിൽ ഓളങ്ങൾ ഇളകുന്നത് കണ്ടു. അപ്പുറം നിബിഡ വനം പോലെ ഇരുൾ തിങ്ങിയിരിക്കുന്നു. നമ്മുടെ ഇടതുഭാഗം എന്ന് പറയുമ്പോൾ SI ആർജവ് ആറിൻ്റെ വലതുഭാഗത്തേക്ക് ചൂണ്ടി. അവിടെ ആ ഇരുണ്ട പ്രദേശം തന്നെ ആകാനാണ് സാധ്യത. കാരണം ഇക്കരെ വീടുകളും വെളിച്ചവുമുണ്ട്. അതിലൊന്നിൽ ആയിക്കൂടെ വിജയ? ബെഞ്ചമിന് സന്ദേഹം. പക്ഷേ അത്രയും വീടുകളുള്ള ഭാഗത്ത് അവളെ ഒളിപ്പിക്കാമെന്ന് കരുതാൻ വയ്യ, വിഷ്ണുദാസ് പറഞ്ഞു. ഉമേഷ് കുമാർ പെട്ടെന്ന് സെൽഫോൺ എടുത്ത് റാന്നി SIയെ വിളിച്ചു. അയാളുടെ പരിചയക്കാരനായിരുന്നു SI. ആ ഇരുണ്ട പ്രദേശത്തെക്കുറിച്ച് ഉമേഷ് കുമാർ തിരക്കി. ഇപ്പം പറയാം. റാന്നി SI ആരോടോ വിവരം തിരക്കുന്നത് ഫോണിലൂടെ കേട്ടു. അല്പം കഴിഞ്ഞ് മറുപടി കിട്ടി. അത് ഒരു വിദേശ മലയാളിയുടെ ജാതിത്തോട്ടമാണ്. അതിനുള്ളിൽ ഒരു വീടുണ്ട്. ഉമേഷ് കുമാർ പിടഞ്ഞുണർന്നു. അവിടെ എത്താനുള്ള വഴി വേണമെങ്കിൽ ഞാൻ കൂടെ വരാമെടോ. വേണ്ട, വഴി പറഞ്ഞാൽ മതി. പാലം ഇറങ്ങി മുന്നോട്ട് വരുമ്പോൾ ആദ്യം ഇടത്തേക്ക്, അടുത്ത തെരുവിൽ പിന്നെയും ഇടത്തേക്ക്. ആ വഴി കെട്ടിടത്തിലേക്കാണ്. താങ്ക് യു, ഞാൻ വിളിക്കാം. കാൾ മുറിച്ചിട്ട് ഉമേഷ് കുമാർ മറ്റുള്ളവരോട് വിവരം പറഞ്ഞു. എങ്കിൽ വേഗം കയറ്. ബെഞ്ചമിൻ ബൊലേറോയിൽ കയറി. പിന്നാലെ മിന്നൽ വേഗത്തിൽ മറ്റുള്ളവരും. അപ്പോൾ കെട്ടിടത്തിനുള്ളിൽ എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും SI വിജയ തൻ്റെ ആദ്യത്തെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. മുസാഫിർ സുബ്രഹ്മണ്യ ഈശോ ആരാണെന്ന് എനിക്കറിയില്ല. അയാൾ നോബിൾ തോമസുമായി എവിടേക്കാണ് പോയതെന്നോ? ഗ്രിഗറിയുടെ ക്ഷമ നശിച്ചു കഴിഞ്ഞിരുന്നു. കസേര പിന്നിലേക്ക് തള്ളി അയാൾ കുതിച്ചെഴുന്നേറ്റു. ഇന്നലെ കിട്ടിയതൊന്നും പോരടി. മര്യാദയ്ക്ക് ചോദിച്ചാൽ നീ പറയത്തില്ലെന്ന് എനിക്കറിയാം. മുന്നോട്ട് പാഞ്ഞ അയാൾ കൈവീശി ഒറ്റയടി അവളുടെ കർണത്ത്. പടക്കം പൊട്ടുന്ന ഒച്ചയിൽ കൂട്ടാളികൾ പോലും നടുങ്ങി. വിജയ്ക്ക് ഉച്ചത്തിലൊന്ന് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. അവളുടെ തുറന്ന വായിലൂടെ കട്ടച്ചോര താടിയിലേക്ക് ഒഴുകി. മഞ്ചാടിക്കുരു പോലെ ചോരത്തുള്ളികൾ തറയിലേക്ക് ഇറ്റുവീണു. അഴിച്ചറക്കടകളെ.
കൂട്ടാളികളെ നോക്കി ഗ്രിഗറി മുരണ്ടു. പമ്പ നദിയിൽ ഇവൾക്ക് ജലസമാധി, ഗ്രിഗറി അലറി. ഒരാൾ വീടിൻ്റെ കഴുക്കോലിലൂടെ കടത്തി ജനൽ കമ്പിയിൽ വലിച്ചു കെട്ടിയിരുന്ന കയറഴിക്കാൻ ഭാവിക്കുകയായിരുന്നു. അടുത്ത നിമിഷം ഗ്രിഗറിയുടെ ഫോൺ ശബ്ദിച്ചു. അയാൾ പോക്കറ്റിൽ നിന്ന് അത് എടുക്കും മുമ്പേ കട്ടായി. പുറത്ത് ഇരുളിലെത്തിയിരുന്ന SIമാരുടെ സംഘം അകത്തെ ഫോൺ ശബ്ദം കേട്ടു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആർജവ് ശബ്ദം താഴ്ത്തി. പെട്ടെന്ന് 3 പേർ കെട്ടിടത്തിന് പിന്നിലെ വാതിൽക്കലേക്ക് പോയി. ആർജവും ബിന്ദുലാലും മുന്നിലെ വാതിൽക്കലും എത്തി. ആർജവ് കൈ ഉയർത്തി വാതിൽ പാളിയിൽ ആഞ്ഞു തട്ടി. തുറക്കട വാതിൽ. ഗ്രിഗറിക്കും കൂട്ടാളികൾക്കും അപകടം മണത്തു. പിറകിലെ വാതിൽ വഴി പുറത്തിറങ്ങണം. അയാൾ കൂട്ടാളികൾക്ക് നിർദ്ദേശം നൽകി. പിന്നെ പെട്ടെന്ന് മുറിയിലെ ലൈറ്റ് അണച്ചു. ശേഷം മൂവരും അടുക്കള ഭാഗത്തെ വാതിൽക്കിലേക്ക് നീങ്ങി. ശബ്ദമുണ്ടാക്കാതെ ഗ്രിഗറി വാതിലിൻ്റെ സാക്ഷി നീക്കി. ശേഷം ഒരു പാളി അല്പം തുറന്നു. ആ സെക്കൻഡിൽ പുറത്തുനിന്ന് ശക്തമായ ചവിട്ടേറ്റു. അലറിക്കൊണ്ട് ഗ്രിഗറി പിന്നോട്ട് തെറിച്ചു. തൊട്ടു പിന്നിൽ നിന്നിരുന്ന കൂട്ടാളികളും അയാൾക്കൊപ്പം തറയിൽ മലർന്നു വീണു. തുറന്ന വാതിൽപ്പാളി ഭിത്തിയിൽ ഇടിച്ചിട്ട് തിരികെ വന്നു. ബെഞ്ചമിൻ മുറിക്കുള്ളിലേക്ക് ടോർച്ച് തെളിച്ചു. വിഷ്ണുദാസും ഉമേഷ് കുമാറും അകത്തേക്ക് പാഞ്ഞു കയറി. അവർ തറയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ഭാവിക്കുന്ന മൂവർ സംഘത്തിന് നേർക്ക് പിസ്റ്റൾ ചൂണ്ടി. അനങ്ങിപ്പോകരുത്. മൂവരുടെയും ധൈര്യം ചോർന്നു. ബെഞ്ചമിൻ 2 കൈവിലങ്ങുകൾ വലിച്ചെടുത്ത് വിഷ്ണുദാസിന് നേരെ എറിഞ്ഞുകൊടുത്തു. അയാളത് ഗ്രിഗറിയുടെ 2 കൈയിലും മറ്റുള്ളവരുടെ ഓരോ കൈയിലുമായി ബന്ധിച്ചു. പിന്നെ മൂവരെയും വലിച്ചുയർത്തി. നടക്കിനടാ. അറവുമാടുകളെ പരസ്പരം കൂട്ടിക്കെട്ടി കൊണ്ടുപോകുന്നത് പോലെ ഗ്രിഗറിയെയും കൂട്ടാളികളെയും അകത്തേക്ക് നയിച്ചു. അകത്ത് വിജയുടെ അവസ്ഥ കണ്ട് മൂവരും ഞെട്ടിപ്പോയി. ബെഞ്ചമിൻ കയറഴിച്ച് അവളെ താഴെ ഇറക്കി. താഴെ വീഴാൻ പോയ വിജയെ ഉമേഷ് കുമാർ താങ്ങി. വിഷ്ണുദാസ് മുറിയിലെ ലൈറ്റ് തെളിച്ചിട്ട് കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തെ വാതിൽ തുറന്നു കൊടുത്തു. ആർജവും ബിന്ദുലാലും കൂടി അകത്തെത്തി. വെള്ളം. പാതിമയക്കത്തിൽ എന്നവണ്ണം വിജയ മന്ത്രിച്ചുകൊണ്ടിരുന്നു. അവർ പെട്ടെന്ന് അവളെ അല്പം അകലെ കിടന്നിരുന്ന ബൊലേറോയിലേക്ക് കൊണ്ടുപോയി. അതിനുള്ളിൽ വെള്ളമുണ്ടായിരുന്നു. ആർജവും ബെഞ്ചമിനും കൂടി ചിന്തിച്ചു. ഇവന്മാരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റി നെയ്യ് മുറ്റിക്കണോ? വേണ്ട സാറേ, ഞങ്ങളെ വിട്ടേര്. ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ പോയിക്കോളാം. പെട്ടെന്ന് പ്രതീക്ഷയുടെ ഒരു വെളിച്ചം മിന്നിയതുപോലെ ഗ്രിഗറി പറഞ്ഞു. അതെ, നിങ്ങളെ വിടാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്കല്ല, അങ്ങ് പരലോകത്തേക്ക്. അവിടെ ആവുമ്പം പോലീസിനെ പേടിക്കുകയും വേണ്ട. ഗ്രിഗറിയും കൂട്ടാളികളും വിറച്ചുപോയി. ബെഞ്ചമിൻ ആർജവനെ നോക്കി. ഈ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തപ്പോൾ നമ്മൾ തീരുമാനിച്ച കാര്യമാണ് കൊടും ക്രിമിനലുകളെ ഒരിക്കലും ഇരുമ്പഴികൾക്കുള്ളിൽ സുഖവാസത്തിന് വിടത്തില്ലെന്ന്. പക്ഷേ അയാൾ പകുതിക്ക് നിർത്തി. ഒരു പക്ഷേയുമില്ല ബെഞ്ചമാ. ഇവന്മാരുടെ മരണം നമ്മൾ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പോവുകയാണ്. ആരുടെ? ബെഞ്ചമിൻ നെറ്റിച്ചുളിച്ചു. മുസാഫിർ സുബ്രഹ്മണ്യ ഈശോ എന്ന കൽക്കിയുടെ. സാർ, ഞങ്ങളെ കൊല്ലല്ലേ സാർ. ഗ്രിഗറിയും കൂട്ടാളികളും യാചിച്ചു നോക്കി. പക്ഷേ ആർജവ് അനങ്ങിയില്ല. വിജയെ ബന്ധിച്ചിരുന്ന കയറെടുത്ത് അയാൾ 3ആയി മുറിച്ചു. പിന്നെ കസേരയിൽ കയറി നിന്ന് കെട്ടിടത്തിൻ്റെ ഉയരം കുറഞ്ഞ കഴുക്കോലിലൂടെ കയറ്റി വലിച്ചു. തുടർന്ന് കയറിൻ്റെ അടുത്ത അഗ്രങ്ങൾ മൂവരുടെയും കഴുത്തിൽ കെട്ടി. മറ്റേ അറ്റം ഒന്നിച്ചു ചേർത്ത് പിടിച്ചിട്ട് ബെഞ്ചമിനെ കൂടി സഹായത്തിന് വിളിച്ചു ആർജവ്. ഇരുവരും ചേർന്ന് കയറിൽ ആഞ്ഞു വലിച്ചു. വിലങ്ങുകളിൽ കുരുങ്ങിയ 3 ശരീരങ്ങളും മുകളിലേക്ക് ഉയർന്നു. ചൂണ്ടയിൽ കുരുങ്ങിയ മത്സ്യങ്ങൾ കണക്കെ മൂവരും പിടഞ്ഞു. വിലങ്ങുകൾ വല്ലാതെ കിലുങ്ങി. സെക്കൻഡുകൾ വെട്ടിപ്പിടഞ്ഞ് ഗ്രിഗറിയും കൂട്ടാളികളും നിശ്ചലരായി. കയർ അവർ കഴുക്കോലിൽ കെട്ടി ഉറപ്പിച്ചു. പിന്നെ വിലങ്ങുകൾ അഴിച്ച് തിരികെ എടുത്തു. തറയിൽ നിന്ന് ഒരടി ഉയരത്തിലായിരുന്നു ഗ്രിഗറിയുടെയും മറ്റും കാലുകൾ. സംതൃപ്തിയോടെ ആർജവും ബെഞ്ചമിനും തിരിയാൻ ഭാവിച്ചതും പിന്നിൽ ഒരു അലർച്ച. SI ആർജവും ബെഞ്ചമിനും ഞെട്ടിത്തിരിഞ്ഞു. അവിടെ എല്ലാം കണ്ട് നടുങ്ങിത്തരിച്ച് വായും പിളർന്നു നിൽക്കുന്ന ഒരാൾ. ജാതിത്തോട്ടത്തിൻ്റെ വാച്ചർ നടരാജൻ. അയാൾ തൂങ്ങി നിൽക്കുന്ന ഗ്രിഗറിയെയും കൂട്ടരെയും പിന്നെ ആർജവനെയും ബെഞ്ചമിനെയും മാറി മാറി നോക്കി. അയാൾ നിന്ന് ആടുകയും കണ്ണുകൾ അടഞ്ഞു പോകുകയും പണിപ്പെട്ട് തുറക്കാൻ ശ്രമിക്കുന്നതും ആർജവ് ശ്രദ്ധിച്ചു. ആർജവ് ബെഞ്ചമിനെ നോക്കി ഒന്ന് കണ്ണിറുക്കി. പിന്നെ നടരാജൻ്റെ അടുത്തേക്ക് ഒരു ചൂട് വെച്ചു. ആരാടാ നീ? ഞാൻ, അയാൾ കൊഴിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എൻ്റെ പേര് ഓർത്തെടുക്കും പോലെ അല്പനേരം നിന്നിട്ടാണ് അയാൾ പറഞ്ഞത്. നടരാജൻ. നീ എന്തിനാടാ ഇവരെ കൊന്നത്? ബെഞ്ചമിൻ ഗ്രിഗറിക്ക് മറ്റും നേർക്കു കൈ ചൂണ്ടി. ഞാനോ? പിന്നല്ലാതാരാ? നടരാജന് ഉത്തരമില്ല. ഓർമ്മയിൽ നിന്ന് എന്തൊക്കെയോ ചികഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. നീ തന്നെയേ അവരെ കൊന്നത്. ഞങ്ങൾ കണ്ടു. പോലീസിനോട് ഞങ്ങളിത് പറയാൻ പോവുക. മദ്യലഹരിയിലും നടരാജൻ വിറച്ചുപോയി. ഗ്രിഗറിക്കും മറ്റും ഒപ്പമിരുന്ന് മദ്യപിക്കുകയും ചിക്കനും ചപ്പാത്തിയും തിന്നുന്നത് മാത്രമേ ഓർമ്മയിലുള്ളൂ. പിന്നെ എന്ത് നടന്നു? അതെന്തായാലും തന്നെ ബാധിക്കരുത്, നടരാജൻ അപേക്ഷിച്ചു. അയ്യോ, എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത്. ഞങ്ങൾ ശ്രമിക്കാം. ആർജവ് ചിരിയടക്കി. തങ്ങൾ യൂണിഫോമിൽ അല്ലാതിരുന്നത് നന്നായെന്നും അയാൾക്ക് തോന്നി. എങ്കിൽ ഇവരുടെ ബാക്കി കാര്യം കൂടി നീ നോക്കിക്കോണം, പറഞ്ഞിട്ട് ബെഞ്ചമിനും ആർജവും പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് പിന്നിൽ നിന്ന് നടരാജൻ തിരക്കി. നിങ്ങളാരാ? കൽക്കി. മുസാഫിർ സുബ്രഹ്മണ്യ ഈശോ, ആർജവ് പറഞ്ഞു. മറ്റേയാളോ? ബെഞ്ചമിൻ തിരിഞ്ഞു നോക്കി. ഞാൻ കൽക്കി, മുസാഫിർ സുബ്രഹ്മണ്യ ഈശോ. നടരാജൻ അമ്പരന്നു. 2 പേരുടെയും പേര് ഒന്നാണോ?
രണ്ടുപേരോ? നിനക്കെന്താണോ ഭ്രാന്തുണ്ടോ? ഞാൻ ഒരാളല്ലേ ഉള്ളൂ, ആർജവ് ചോദിച്ചു. ഒരാളോ? നടരാജൻ കണ്ണുകൾ തിരുമ്മി. ആ നേരത്തിനുള്ളിൽ ബെഞ്ചമിൻ പുറത്തു കടന്നു. വീണ്ടും സൂക്ഷിച്ചു നോക്കിയ നടരാജൻ പരിങ്ങി. യോ, ഒരാളെ ഉള്ളായിരുന്നോ? അതെ, കുറച്ച് കുടിക്കണോടാ, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടും മൂന്നും ഒക്കെ തോന്നും. പിന്നീട് ഒരു നിമിഷം നിൽക്കാതെ ആർജവും അവിടെ നിന്നിറങ്ങി. നടരാജൻ എന്ത് ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ചുകൊണ്ട് തറയിൽ കുത്തിയിരുന്നു. ആർജവും ബെഞ്ചമിനും കൂടി ചെന്നു ബൊലോറയിൽ കയറി. ബിന്ദുലാൽ വളരെ വേഗം അത് ഓടിച്ചു പോയി. കോഴഞ്ചേരിയിലേക്കായിരുന്നു യാത്ര. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ പിങ്ക് പോലീസ് SI വിജയ്ക്ക് നല്ല ആശ്വാസം അനുഭവപ്പെട്ടു. മുൻസീറ്റിൽ നിന്ന് പിന്നോട്ട് തിരിഞ്ഞിരുന്ന് ഉമേഷ് കുമാർ അവളെ ഓർമ്മപ്പെടുത്തി. ഞങ്ങളാണ് വിജയെ രക്ഷിച്ചതെന്ന് മറ്റാരും അറിയണ്ട. ആരോ തന്നെ കൊണ്ടുപോയി മർദ്ദിച്ചു. പത്രം തുടങ്ങുമോ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തി. അവസാനം മരിച്ചെന്ന് കരുതി റോഡിൽ ഉപേക്ഷിച്ചു. അങ്ങനെയേ പറയാവൂ. വിജയ സമ്മതിച്ചു. കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിനടുത്ത് നിന്ന് ചെറുക്കോൽ പുഴയ്ക്ക് തിരിയുന്ന റോഡിൽ മാരുതി സർവീസിംഗ് സെൻറ്ററിനരികിൽ അവർ വിജയെ ഇറക്കി. ഞങ്ങൾ തൊട്ടടുത്തുണ്ടാവും. ഇനി വരുന്ന വണ്ടിക്ക് വിജയെ കൈ കാണിക്കണം, ആർജവ് പറഞ്ഞു. ബൊലോറ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങി. മറ്റാരും കാണാതെ കരുതലോടെ നിന്നു. വിജയ റോഡ് സൈഡിലിരുന്നു. റാന്നി ഭാഗത്തു നിന്ന് വരുന്ന ഒരു തീക്കണ്ണ് കണ്ടു. ബുള്ളറ്റ് ബൈക്കാണ്. ആവശ്യമായതുപോലെ വിജയ എഴുന്നേറ്റ് കൈ കാണിച്ചു. ബൈക്കിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ അവളെ കടന്ന് 10 മീറ്ററോളം മുന്നോട്ട് പോയി. പിന്നെ പോലെ ബൈക്ക് തിരിച്ച് അവൾക്കരികിൽ മടങ്ങിയെത്തി. എന്താ? ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. പേര് വിജയ. എന്നെ ചിലർ ആക്രമിച്ചു. ചത്തെന്ന് കരുതി ഇവിടെ ഇട്ടതാവാം. ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ സഹായിക്കാമോ? ബൈക്കിലിരുന്നയാൾ ഒരു നിമിഷം ചിന്തിച്ചു. സഹായിച്ചാൽ അത് പിന്നെ പൊല്ലാപ്പാകുമോ? പോലീസും കോടതിയും എന്നൊക്കെ പറയുമ്പോൾ. ഒരിക്കലുമില്ല, പ്ലീസ്. ബൈക്കിൽ കയറാമോ? ദേ, തൊട്ടടുത്ത് ഹോസ്പിറ്റലാണ്. അയാൾ മുന്നോട്ട് കഴിച്ചുകൊണ്ട്. കയറാം. അവൾ ബൈക്കിന് പിന്നിൽ കയറി. ബുള്ളറ്റ് നീങ്ങി. ബൊലോറയിൽ SIമാർ അതിന് പിന്നാലെ മെല്ലെ പോയി. ബൈക്ക് മുത്തൂറ്റ് ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഭാഗത്തേക്ക് തിരിയുന്നത് കണ്ടു. ബിന്ദുലാൽ ബൊലോറോ നേരെ ടൗണിലേക്ക് ഓടിച്ചു പോയി. സമയം പുലർച്ചെ 4 മണി. പത്തനംതിട്ട. റേഞ്ച് റോവർ കാർ മുൻ ആഭ്യന്തരമന്ത്രി രാജസ്ഥാൻ്റെ വീടിന് മുന്നിൽ ബ്രേക്ക് ഇട്ടു. അതിൽ നിന്ന് സ്പാനർ മൂസയും വിക്രമനും സാദിക്കും ആദ്യമിറങ്ങി. മൂസ പോക്കറ്റിൽ നിന്ന് ചാവിയെടുത്ത് വീടിൻ്റെ വാതിൽ തുറന്നു. പിന്നെ അകത്ത് കയറി ലൈറ്റ് തെളിയിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു, വേഗം കൊണ്ടുവാ. വിക്രമനും സാദിക്കും ചേർന്ന് പഴവങ്ങാടി ചന്ദ്രനെ പിൻസീറ്റിൽ നിന്ന് വലിച്ചിറക്കി. അയാൾക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ല. കാലുകൾ നീരുവന്ന് വീർത്തിരുന്നു. അവർ ചന്ദ്രനെ അകത്തേക്ക് വലിച്ചു കയറ്റി. മൂസ പെട്ടെന്ന് വാതിലടച്ചു. ഇനി ചന്ദ്രനെ തിരുവനന്തപുരത്ത് സൂക്ഷിച്ചാൽ അപകടമാണെന്ന് രാഹുലിൻ്റെ തിരിച്ചറിവാണ് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാരണം. മുഖ്യമന്ത്രിയുടെ വിലപേശാൻ ചന്ദ്രൻ ജീവിച്ചിരിക്കേണ്ടതും ആവശ്യമായിരുന്നു. തൻ്റെ വീട്ടിൽ ചന്ദ്രനെ ഒളിപ്പിക്കുമെന്ന് ആരും ചിന്തിക്കുക പോലും ചെയ്യില്ലെന്നും അവന് ഉറപ്പുണ്ടായിരുന്നു. ചന്ദ്രനെ വീടിൻ്റെ പിൻഭാഗത്തുള്ള ഒരു മുറിയിലേക്കാണ് മൂസയും കൂട്ടരും കൊണ്ടുപോയത്. അതൊരു കിടപ്പുമുറിയായിരുന്നു. അവിടുത്തെ അടുക്കളക്കാരി കിടന്നിരുന്ന മുറി. ഒരു കട്ടിലും പഴയ അലമാരയും മാത്രമേ അതിനുള്ളിലുണ്ടായിരുന്നുള്ളൂ. ചന്ദ്രനെ അവർ കട്ടിലിൻ്റെ തലയ്ക്കൽ തറയിൽ മലർത്തി കിടത്തി. അയാൾ കാര്യം മനസ്സിലാകാതെ അവരെ തുറച്ചു നോക്കി. വായ്ക്ക് മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുകയായിരുന്നതിനാൽ ഒന്നും ചോദിക്കാനും കഴിഞ്ഞില്ല. പക്ഷേ ആ നോട്ടത്തിൻ്റെ അർത്ഥം സ്പാനർ മൂസയ്ക്ക് മനസ്സിലായി. അയാൾ ക്രൂരമായി ചിരിച്ചു. നിന്നെ ഇവിടെ സുഖവാസത്തിന് കൊണ്ടുപോകാൻ താട ചന്ദ്ര. തിരുവനന്തപുരത്ത് നീ ഒരുപാട് അർമാദിച്ച് നടന്നല്ലേ. ഇനി അല്പം വിശ്രമം നിൻ്റെ ശരീരത്തിന് ആവശ്യമാണ്. ഇത്രയും നാൾ ചെയ്തതൊക്കെ ഓർത്തോർത്ത് സന്തോഷത്തോടെ ചിലവഴിക്കാൻ കുറച്ച് ദിവസങ്ങൾ. മൂസ തിരിഞ്ഞ് വിക്രമനെയും സാദിക്കിനെയും നോക്കി കണ്ണുകൊണ്ട് ഒരടയാളം കാണിച്ചു. പിന്നെ അയാൾ കട്ടിലിൻ്റെ ക്രാസിയിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. കട്ടിലിൻ്റെ ശിരസ്സുഭാഗം ഉയർന്നു. വിക്രമനും സാദിക്കും ചന്ദ്രൻ്റെ കൈകൾ മലർത്തി കട്ടിലിൻ്റെ കാലുകൾക്ക് അടിയിലേക്ക് വെച്ചു. ആ ക്ഷണം മൂസ കട്ടിലിൻ്റെ പിടിവിട്ടു. തടിക്കാലുകൾ ശക്തിയിൽ ചന്ദ്രൻ്റെ കൈപ്പത്തികളിൽ വീണു. തലയിൽ അടിയേറ്റ പാമ്പിനെ പോലെ ചന്ദ്രൻ കിടന്നു പൊളഞ്ഞു. ഇതുവരെ ആരും ചെയ്യാത്ത ഒരു കലാപരിപാടിയാടാ. പറഞ്ഞത് മൂസ കട്ടിലിലിരുന്നു. ഭാരം കൂടിയപ്പോൾ ചന്ദ്രൻ്റെ കൈപ്പത്തികൾ വീണ്ടും ചതഞ്ഞു. ചന്ദ്രൻ വെട്ടിപ്പിടയാൻ തുടങ്ങി. കൈപ്പത്തികൾ കട്ടിലിൻ്റെ കാലുകൾക്ക് അടിയിൽ നിന്നും വലിച്ചെടുക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. മാത്രമല്ല അപ്പോൾ മാംസം പറഞ്ഞു പോകുന്ന വേദന. സ്പാനർ മൂസ വീണ്ടും പറഞ്ഞു, ഒരു മുഖ്യമന്ത്രി നിന്റെ പോക്കറ്റിലുണ്ടെന്ന് കരുതി തലസ്ഥാനം നിന്റെ അടിവസ്ത്രത്തിലാണെന്ന് കരുതിയോടാ നീ. നിന്നെക്കാളൊക്കെ ഒത്തിരി കളികൾ നടത്തുകയും നടത്തിക്കുകയും ചെയ്തിട്ടുള്ളവരാ ഞങ്ങൾ, അറിയാമോ? അസഖ്യമായ വേദന കാരണം ചന്ദ്രൻ പല്ലുകടിച്ച് കണ്ണുകൾ ഇറുക്കിയടച്ചു. മൂസ പെട്ടെന്ന് എഴുന്നേറ്റു. എത്രയും വേഗം എനിക്ക് തിരുവനന്തപുരത്ത് എത്തണം. എന്നെയും ചന്ദ്രനെയും കാണാതാകുമ്പോൾ മുഖ്യൻ രഹസ്യ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കും. അയാൾ വിക്രമനോടും സാദിക്കിനോടും തുടർന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം. പകൽ നേരത്ത് ഒരിക്കലും പുറത്തിറങ്ങുകയോ ഇവിടെ ആൾതാമസമുണ്ടെന്ന് ആരും മനസ്സിലാക്കുകയോ അരുത്. അടുക്കളയിൽ ഭക്ഷണത്തിനുള്ള സാധനങ്ങളുണ്ടാവും. തൽക്കാലം ഗ്രിഗറി നിങ്ങളുടെ ഫോണിലേക്ക് വിളിച്ചാലും എടുക്കണ്ട. പിന്നെ ദിവസം 3 തവണ വീതം ഇവൻ്റെ വായിലെ ടേപ്പ് മാറ്റി ഓരോ ഗ്ലാസ് വെള്ളം കൊടുക്കണം. അല്ലാതെ ഒന്നും അരുത്. മാത്രമല്ല ആ നേരത്ത് ഇവൻ ബഹളം വയ്ക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ ടേപ്പ് ഒട്ടിച്ചേക്കുക. പിന്നീട് വെള്ളവും കൊടുക്കണ്ട.
അവർ തലയാട്ടി. എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ചന്ദ്രൻ. പക്ഷേ മിണ്ടാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്. മൂസ മൊബൈൽ ഫോൺ എടുത്തു. വിക്രമിനെയും സാദിഖിനെയും മാറ്റി നിർത്തിയിട്ട് പഴവങ്ങാടി ചന്ദ്രൻ കിടക്കുന്നതിൻ്റെ ചിത്രം മാത്രം വരത്തക്ക വിധത്തിൽ ഒരു ഫോട്ടോ എടുത്തു. ശേഷം അത് രാഹുലിൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. വേഗം തന്നെ അയാൾ തിരുവനന്തപുരത്തിന് മടങ്ങുകയും ചെയ്തു. കോവളം ഹോട്ടലിൽ ആകെ അസ്വസ്ഥനായിരുന്നു മുഖ്യമന്ത്രി വേലായുധൻ മാസ്റ്റർ. PA ശിവദാസൻ മുറിയിലേക്ക് വന്നപ്പോൾ അയാൾ പ്രതീക്ഷയോടെ നോക്കി. എന്തെങ്കിലും വിവരം കിട്ടിയോ ചന്ദ്രനെക്കുറിച്ച്? ഇല്ല സാർ. അവനോ? രാഹുൽ? അവൻ മെഡിക്കൽ കോളേജിൽ തന്നെയുണ്ട്. മാസ്റ്ററുടെ നെറ്റി ചുളിഞ്ഞു. അപ്പോൾ ചന്ദ്രൻ്റെ തിരോധാനത്തിന് പിന്നിൽ അവനല്ലേ? അക്കാര്യത്തിൽ സംശയം വേണ്ട സാർ. അവൻ ബുദ്ധിമാനാണ്. ഒരുപക്ഷെ തന്തേക്കാളും. നമ്മുടെ കണ്ണെത്താത്ത ഏതെങ്കിലും ഭാഗത്തേക്ക് അവൻ ചന്ദ്രനെ മാറ്റിക്കാണും. ചന്ദ്രൻ്റെ ആളുകളിൽ നിന്ന് അറിഞ്ഞ വിവരം അനുസരിച്ച് അതിന് തന്നെയാണ് സാധ്യത. CM കടുപ്പിച്ചു മൂളി. ശിവദാസൻ സന്ദേഹത്തോടെ തിരക്കി. അവൻ ചന്ദ്രനെ വെച്ച് ഒരു പ്രസ് മീറ്റ് നടത്തിയാൽ അത് നമുക്ക് അപകടമാണ്, സംശയമില്ല. അതല്ലെങ്കിൽ നമ്മൾ അനുസരിക്കേണ്ടി വരും ശിവദാസ. അവനെപ്പോലെ ഒരുത്തൻ്റെ മുന്നിൽ നമ്മൾ തലകുനിക്കേണ്ടി വന്നാൽ? ഉത്തരമില്ലായിരുന്നു ശിവദാസനും. അല്പസമയം മാസ്റ്റർ മിണ്ടിയില്ല. പിന്നെ ചോദിച്ചു, രാജസേനൻ്റെ അവസ്ഥ എങ്ങനെ? മെഡിക്കൽ കോളേജ് SI ഡോക്ടർമാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. രാജസേനൻ സാറിന് നല്ല പ്രോഗ്രസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നുവെച്ചാൽ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുമെന്നല്ല, ശരീരം മെഡിസിനുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് പോലും. മാസ്റ്റർ എഴുന്നേറ്റ് ജനാലക്കൽ പോയി നിന്നു. കർട്ടൻ ഒരു വശത്തേക്ക് മാറ്റി കടൽക്കരയിലേക്ക് നോക്കി. ഹൗവ ബീച്ചിൽ അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച് വിദേശികളായ സ്ത്രീ പുരുഷന്മാർ പഞ്ചസാര മണലിൽ മലർന്നും കമിഴ്ന്നും കിടന്ന് വെയിൽ കായുന്നു. മാസ്റ്ററുടെ മുഖത്ത് ഒരു കുസൃതി ചിരിയുണ്ടായി. ആ സമയം അയാളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. അത് കഴിഞ്ഞപ്പോൾ ബെൽ മുഴങ്ങി. മാസ്റ്റർ എടുത്തു നോക്കി. രാഹുൽ. എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു. പിന്നെ എടുത്തു. സാറിൻ്റെ ഫോണിൽ ഒരു പടം വന്നിട്ടുണ്ട്, എടുത്തു നോക്ക്. രാഹുൽ പറഞ്ഞതും കാൽ മുറിഞ്ഞു. ശിവദാസൻ മുഖ്യമന്ത്രി വേലായുധൻ മാസ്റ്ററെ തുറച്ചു നോക്കി. അയാൾ കുടുകൂടെ വിയർത്തൊഴുകുന്നു. എന്ത് പറ്റി സാർ? ശിവദാസൻ ചോദിച്ചു. വിവശനായി മാസ്റ്റർ കിടക്കയിലിരുന്നു. പിന്നെ ഫോണിന് നേർക്ക് കൈ ചൂണ്ടി. വാട്സാപ്പിൽ അവനൊരു പടം അയച്ചിട്ടുണ്ട് പോലും. രാഹുൽ. ശിവദാസൻ സംശയത്തോട് ചെന്ന് ഫോൺ എടുത്തു. വാട്സാപ്പിൽ വന്ന ചിത്രം എടുത്തു നോക്കി. സാർ. നിലവിളിക്കും പോലെയായിരുന്നു ശിവദാസൻ്റെ ശബ്ദം. ഇതൊന്ന് നോക്കിയേ. അയാൾ ഫോണിൻ്റെ സ്ക്രീൻ മുഖ്യമന്ത്രിയുടെ മുഖത്തിന് നേരെ പിടിച്ചു. വെട്ടി വിറച്ചു പോയി മാസ്റ്റർ. കട്ടിലിൻ്റെ കാലുകൾക്കിടയിൽ കൈപ്പത്തികൾ അമർത്തി വെച്ച് കിടക്കുന്ന പഴവങ്ങാടി ചന്ദ്രൻ. മാസ്റ്റർ തിരിഞ്ഞ് ശിവദാസനെ വീണ്ടും നോക്കി. പോയല്ലോടാ. അവൻ ഭേദ്യം ചെയ്തും കൊത്തി നുറുക്കിയും നമ്മളെക്കുറിച്ചുള്ള മുഴുവൻ സത്യങ്ങളും ചന്ദ്രൻ്റെ നാവിൽ നിന്ന് ഛർദ്ദിപ്പിക്കുമല്ലോ. അതോടെ മുഖ്യമന്ത്രി കസേരയും ഈ അനുഭവിച്ചു വരുന്ന സൗഭാഗ്യങ്ങളും എല്ലാം തകർന്നടിഞ്ഞ് മണ്ണോട് മണ്ണാകുമല്ലോ. എൻ്റെ കുടുംബം, അതും എനിക്ക് നഷ്ടമാകുമല്ലോ. എനിക്കൊരു ജാരസന്തതിയുണ്ടോ എന്നുള്ളത് ദേവകി പലവട്ടം ചോദിച്ചപ്പോഴും ഇല്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. ആ ഒരു സത്യം തീപ്പൊരി പോലെ അവളുടെ മനസ്സിൽ പാറി വീണാൽ മതി സകലതും ഭസ്മമാകുവാൻ. ശിവദാസൻ ഒരു നിമിഷം നിശബ്ദനായി നിന്നു. പിന്നെ ജനാലക്കിലേക്ക് പോയി. ഹൗവ ബീച്ചിൽ അപ്പോഴും അർദ്ധനഗ്നരായ വിദേശികൾ മലർന്നും കമിഴ്ന്നു കിടന്ന് അകവും പുറവുമെല്ലാം വെയിൽ കായുകയായിരുന്നു. മിന്നൽ പോലൊരു ചിന്ത പെട്ടെന്ന് ശിവദാസനിലുണ്ടായി. അയാൾ വെട്ടിത്തിരിഞ്ഞു. സാർ, ഒരുവനെ പൂട്ടാനും പൂട്ടിക്കാനും നമ്മെപ്പോലെ അറിയാവുന്നവർ എത്ര പേരുണ്ട് കേരള രാഷ്ട്രീയത്തിൽ? ദാ ആ കിടക്കുന്ന മാതാവന്മാരിൽ ഒരുവളെ കൊണ്ട് ഞാൻ പൂട്ടിക്കും അവനെ, രാഹുലിനെ. അവൻ്റെ അപ്പൻ്റെ കൂടെയുള്ള 20ഓ 22ഓ MLA-മാർ വാലും ചുരുട്ടി ഓടുന്നത് ഞാൻ കാണിച്ചു തരാം. സ്ത്രീ പീഡനം, മീട്ടു, കോപ്പെ കോലേട്ടെ എന്നും പറഞ്ഞ് ഒരു വാർത്ത വന്നാൽ അവനൊന്നും പിന്നെ തലപ്പൊക്കത്തില്ല. പുതിയൊരു ആർജവം ലഭ്യമായതുപോലെ മുഖ്യമന്ത്രി വേലായുധൻ മാസ്റ്റർ ചാടി എണീറ്റു. ശിവദാസനെ തന്നിലേക്ക് ചേർത്തമർത്തി. നീ എൻ്റെ PA മാത്രമല്ല, എൻ്റെ രക്ഷകൻ, എൻ്റെ ദൈവം, എല്ലാമാണ്. നീ പറഞ്ഞാൽ മുഖ്യമന്ത്രി കസേര നിനക്ക് ഞാൻ തരും. ശിവദാസൻ ഗൂഢമായി ഒന്ന് മന്ദഹസിച്ചു. ആർക്കു വേണം സാർ ഈ മുഖ്യമന്ത്രി കസേര? എനിക്കൊന്നും അങ്ങയുടെ ഭൃത്യനായി കഴിഞ്ഞാൽ മതി. ശിവദാസൻ്റെ കണ്ണുകൾ കുറുകി. അയാൾ പറഞ്ഞു. സാർ, മുഖ്യമന്ത്രി പദവും ആഭ്യന്തരവും ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്ന സാർ ഉടൻ വിളിക്കണം DGPയെ. എന്നിട്ട് രാഹുലിൻ്റെ മാത്രമല്ല, അവൻ്റെ അപ്പൻ മുൻ ആഭ്യന്തരമന്ത്രി രാജസേനൻ്റെ കിടപ്പറയും അടുക്കളയും മാത്രമല്ല, ഭൂമി മുഴുവൻ ഉഴുതുമറിച്ചിട്ടായാലും പഴവങ്ങാടി ചന്ദ്രനെ കണ്ടുപിടിക്കാൻ പറ. കേരള പോലീസ് കണ്ടുപിടിച്ചിരിക്കും. പിന്നെ ശിവദാസൻ DGPയുടെ നമ്പർ കുത്തി ഫോൺ മാസ്റ്റർക്ക് നീട്ടി. മാസ്റ്റർ അത് വാങ്ങി. മെഡിക്കൽ കോളേജ് അച്ഛൻ്റെ അരികിൽ പോയിട്ട് രാഹുൽ റൂമിലെത്തി. ഫോണെടുത്ത് മുഖ്യമന്ത്രി വേലായുധൻ മാസ്റ്ററെ വിളിച്ചു. അപ്പുറത്ത് കോൾ അറ്റൻഡ് ചെയ്തു. എന്താ രാഹുലെ? മാസ്റ്ററെ ശബ്ദം ഫോണിൽ കേട്ടു. ഞാൻ അയച്ച ഫോട്ടോ കിട്ടിയല്ലോ. അവനെ ഇടിച്ച് പദം വരുത്തി ഒരു സ്പോഞ്ച് പോലെ ഞാൻ പിഴിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ കാൽപാദത്തിനടിയിലെ മണൽത്തരികൾക്കിടയിൽ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് ഞാൻ. എന്ത് നാറിയ കളികൾക്കും നിങ്ങൾ മുതിരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ മാസ്റ്ററെ, നിങ്ങളുടെ പോലീസ് അരയും തലയും മുറുക്കി ഇറങ്ങിയാലും ചന്ദ്രനെ കണ്ടെത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ ഒരേയൊരു മുഖാമുഖം, നാളെ കൃത്യം ഈ സമയത്ത്.
നിങ്ങൾ ഡൽഹിയിൽ പോയിട്ടില്ല. കോവളത്തെ ഹോട്ടലിലുണ്ടെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. ഞാൻ വരും. അപ്പോൾ എന്നെ തൻ്റെ പോലീസിനെ കൊണ്ട് മൂക്കിൽ കയറ്റാമെന്നൊന്നും വിചാരിച്ചേക്കല്ലേ. അങ്ങനെ ചെയ്താൽ താൻ നാറും. കാരണം ഞാൻ മാത്രമല്ല വരുന്നത്. എൻ്റെ പുറകെ ഈ തലസ്ഥാനത്തെ മുഴുവൻ മീഡിയക്കാരും ഉണ്ടാവും. താൻ നാറും. തന്നെ ഞാൻ നാറ്റിക്കും. പ്രാണൻ ഭിക്ഷയായി തരണേ എന്ന് താൻ എൻ്റെ കാല് പിടിച്ച് യാചിക്കും. അപ്പുറത്തെ നടുക്കം ഫോണിലൂടെ തിരിച്ചറിഞ്ഞു രാഹുൽ. അവൻ്റെ ചുണ്ടിൽ ക്രൂരമായൊരു ചിരിയുണ്ടായി. രാഹുൽ ഫോൺ കിടക്കയിലേക്കിട്ടു. ആ സെക്കൻഡിൽ വീണ്ടും അത് ശബ്ദിച്ചു. അവനെടുത്തു നോക്കി. ഏതോ കോയിൻ ബൂത്തിൽ നമ്പർ. അറ്റൻഡ് ചെയ്തു. ഞാനിങ്ങെത്തി. സ്പാനർ മൂസയുടെ പതിഞ്ഞ ശബ്ദം. കാര്യങ്ങൾ ഭംഗിയായല്ലോ അല്ലേ? ആയി. പക്ഷേ മൂസ പെട്ടെന്ന് നിർത്തി. രാഹുലിൻ്റെ പുരികം ചുളിഞ്ഞു. എന്താ? രഹസ്യമായി ഒരു വിവരം കിട്ടി. പിങ്ക് പോലീസ് SI വിജയെ കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ശിരസിൽ ഒരു ആഘാതമേറ്റതുപോലെ രാഹുൽ പടഞ്ഞുപോയി. അപ്പോൾ ഗ്രിഗറി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവർ ആരും തന്നെ. രാഹുലിൻ്റെ നെറ്റിയിൽ ഞരമ്പുകൾ ചിലന്തിക്കാലുകൾ പോലെ പിടച്ചു പൊങ്ങി. എങ്കിൽ ഇനി അവരെ വിളിക്കണ്ട. അത് അപകടമാകും. പറഞ്ഞിട്ട് അവൻ കാൾ മുറിച്ചു. ആ സമയത്ത് കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ വിജയ്ക്കരികിലുണ്ടായിരുന്നു അമ്മ മാലിനി. അവരുടെ കണ്ണീർ ഇനിയും വറ്റിയിരുന്നില്ല. പെട്ടെന്ന് റെഡ് ഗ്രൂപ്പിലെ SIമാർ കടന്നു വന്നു. മാലിനി എഴുന്നേറ്റ് ഒതുങ്ങി നിന്നു. SIമാർ വിജയുടെ മുറിയിലെ ബൈസ്റ്റാൻഡർക്കുള്ള കിടക്കയിലിരുന്നു. അമ്മ അല്പനേരം ഒന്ന് പുറത്തു നിൽക്കുമോ? ആർജവ് മാലിനിയെ നോക്കി. തലയാട്ടിക്കൊണ്ട് മാലിനി പുറത്തേക്ക് പോയി. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെയല്ലേ പോലീസിന് മൊഴി കൊടുത്തത്? ബിന്ദുലാൽ തിരക്കി. അതെ. അവൾ തലയാട്ടി. പിന്നെ ഒന്ന് തേങ്ങി. അനൂപേട്ടൻ കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പറയുന്നില്ല. പക്ഷേ സ്പാനർ മൂസ, അവനെ ഞങ്ങൾ കണ്ടെത്തി കൊത്തി എരിഞ്ഞിരിക്കും. ബെഞ്ചമിൻ്റെ കടപ്പല്ല് ഞെരിഞ്ഞു. റാന്നിയിൽ കിടക്കുന്ന ബോഡികൾ വിജയ പകുതിക്ക് നിർത്തി. അത് ആ തോട്ടം സൂക്ഷിപ്പുകാരെ നോക്കിക്കോളും. ആ നേരത്ത് റാന്നിയിൽ കൈകൾ തലയിൽ താങ്ങി ചിന്തിച്ചിരിക്കുകയായിരുന്നു നടരാജൻ. അകത്ത് തൂങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ തൻ്റെ നാശത്തിനാണ് എന്ന് അയാൾക്കറിയാം. ഏത് നേരത്താണ് അവന്മാരെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ തോന്നിയതെന്ന് സ്വയം ശപിച്ചുകൊണ്ടിരുന്നു അയാൾ. താൻ പോലീസിൽ വിവരം അറിയിച്ചാലോ, പോലീസ് ഇവിടെ എത്തി ശവശരീരങ്ങൾ കണ്ടെത്തിയാലോ തൻ്റെ കാര്യം തീർന്നു. അയാൾ കെട്ടിടത്തിൽ നിന്നിറങ്ങി ആറ്റുതീരത്തെത്തി. അവിടെ കെട്ടിയിട്ട നിലയിൽ ചെറിയ വെള്ളം കിടപ്പുണ്ട്. നദിയിൽ വേണ്ടത്ര വെള്ളവും ഉണ്ട്. എന്തോ ചിന്തിച്ചുറപ്പിച്ചതുപോലെ അയാൾ മടങ്ങി. രാത്രി നടരാജൻ ഗ്രിഗറിയുടെയും മറ്റും മൃതദേഹങ്ങൾ അറുത്ത് താഴെയിട്ടു. അവയ്ക്ക് നേരിയ തോതിൽ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിരുന്നു. ഓരോ മൃതദേഹങ്ങളായി അയാൾ വലിച്ചു വെച്ച് ആറ്റുതീരത്തെത്തിച്ചു. പിന്നെ വഞ്ചിയിൽ കയറ്റി നേരത്തെ നാട്ടുവെളിച്ചത്തിൽ താഴേക്ക് തുഴഞ്ഞുപോയി. കയ ഉണ്ടെന്ന് തോന്നിയ ഭാഗത്ത് വെള്ളത്തിലേക്ക് ശവങ്ങൾ വലിച്ചിട്ടു. ശേഷം കൈക്കുമ്പിളിൽ വെള്ളം കോരി മുഖം കഴുകുകയും കുറച്ച് കുടിക്കുകയും ചെയ്തു. തിരുവനന്തപുരം. മുറിയിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു രാഹുൽ. അത് കണ്ട് മകനെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് സാവിത്രി ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ ആരോ വാതിലിൽ മുട്ടി. യെസ്, കമീൻ. മുഖം തിരിക്കാതെ രാഹുൽ പറഞ്ഞു. മുറിയിലേക്ക് ആദ്യം കടന്നു വന്നത് വില കൂടിയ പെർഫ്യൂമിൻ്റെ ഗന്ധമാണ്. അത്ഭുതത്തോടെ രാഹുൽ തിരിഞ്ഞു. അതിസുന്ദരിയായ ഒരു വിദേശ യുവതി. ചന്ദനത്തിൻ്റെ നിറവും സ്വർണ്ണ തലമുടിയും, കടുത്ത ചുവപ്പ് ചായമിട്ട ചുണ്ടുകൾ, ഇറുകിയ നീല ജീൻസും വെള്ള ടീഷർട്ടും വേഷം. മാറിടങ്ങളുടെ നിഴലുകൾ അപ്പാടെ പുറത്ത് കാണാമായിരുന്നു. കഴുത്തിൽ സ്വർണ്ണ പാമ്പിനെ പോലെ ഒരു കുഞ്ഞുമാല ചുറ്റിക്കിടക്കുന്നു. ആരാ? രാഹുൽ പെട്ടെന്ന് എഴുന്നേറ്റു. ഞാൻ മരിയ ഫെർണാണ്ടസ്. പുഞ്ചിരിച്ചുകൊണ്ട് അവൾ നല്ല മലയാളത്തിൽ പറഞ്ഞു. ശേഷം വാതിലടച്ച് ലോക്കിട്ടു. രാഹുലിന് ഞെട്ടലും പരിഭ്രമവും അത്ഭുതവും ഒന്നിച്ചുണ്ടായി. അതിസുന്ദരിയാണ് മരിയ ഫെർണാണ്ടസ്. മറ്റൊരു അവസരത്തിലായിരുന്നെങ്കിൽ, ഇവൾ എതിർത്തിരുന്നെങ്കിൽ പോലും താൻ വാതിലടച്ച് അവളെ കീഴ്പ്പെടുത്തിയാനെ. പക്ഷേ ഇപ്പോൾ ശത്രുപക്ഷത്തെ സാക്ഷാൽ മുഖ്യമന്ത്രിയാണ്. ഒരു ഉറുമ്പിനെ പോലും സൂക്ഷിച്ചേ പറ്റൂ. കണ്ണുകളും കാതുകളും സദാ നേരവും തുറന്നു വച്ച് ജാഗ്രതയോടെ ഇരുന്നേ മതിയാകൂ. തൻ്റെ മനസ്സിലടിച്ച അപകടത്തിൻ്റെ ചൂര് പക്ഷേ പുറത്തു കാട്ടിയില്ല രാഹുൽ. അവളെ കൗതുകത്തോടെ നോക്കി. നേർത്ത ചിരിയോടെ അവനിരുന്നു. അടച്ച വാതിലിൻ്റെ പാളിയിൽ ചാരി അവൾ ഒരു പ്രത്യേക ഭാവത്തിൽ അവനെ നോക്കി. ഒരു സുന്ദരി പെണ്ണ് മുറിയിൽ വന്ന് ഇങ്ങനെ നിന്നിട്ടും സാറെന്താ അനങ്ങാതിരിക്കുന്നത്? അവൾ കീഴ്ചുണ്ടിൽ പല്ലമർത്തി. അതോ? രാഹുൽ ഒന്നിളകിയിരുന്നു. നിന്നെപ്പോലെ ഒരു സുന്ദരി ഇതുപോലെ എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. അവൾ തലയിളക്കിയപ്പോൾ മുടിയിഴകൾ ഇളകി. എന്നെങ്ങനെയാ പരിചയം? രാഹുൽ തിരക്കി. മരിയ ഫെർണാണ്ടസ് വശ്യമായി ചിരിച്ചു. ഏതാനും ദിവസമായി ഞാനും ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ ഒരു ലേഡി സുഹൃത്ത് കോവളത്ത് വെച്ച് ഒരു ആക്സിഡൻറ്റ് പറ്റി. ഒരു ബൈക്ക് വന്നിടിച്ചതാണ്. അവൾ ICUവിലുണ്ട്. രാഹുൽ മൂളി. മരിയ തുടർന്നു. രാഹുലിനെ കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് തിരക്കി. അങ്ങനെയാണ് മുൻമന്ത്രിയുടെ മകനാണെന്നും മറ്റും അറിഞ്ഞത്. ഒന്ന് പരിചയപ്പെട്ടിരിക്കാമെന്ന് കരുതി. ഒരാവശ്യം വന്നാൽ സപ്പോർട്ട് കിട്ടുമല്ലോ. അത് നന്നായി. അവൻ സമ്മതിച്ചു. ഓ, എന്തോ കടിച്ചല്ലോ. അവൾ ടീഷർട്ടിൻ്റെ മുകൾ ഭാഗം ഇത്തിരി മുകളിലേക്ക് ഉയർത്തി. അരളിപ്പൂവിൻ്റെ നിറമുള്ള വയറും പൊക്കിൽ ചുഴിയും അവൻ കണ്ടു. അവൻ നോക്കുന്നു എന്ന് കണ്ടപ്പോൾ നാണം ഭാവിച്ച് അവൾ ഷർട്ട് താഴ്ത്തി. എന്തൊരു നോട്ടമേത്? ഇങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും ഒരു വിദേശ യുവതി ചോദിക്കാറില്ലാത്തതാണല്ലോ. കാരണം അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ബീച്ചുകളിലും പരിസരത്തെ റോഡുകളിലും നടക്കുന്ന നിങ്ങൾക്കൊക്കെ നാണം ഉണ്ടാവാറില്ലല്ലോ.
മരിയയുടെ കണ്ണുകൾ ഒന്നിറങ്ങി. രാഹുൽ പെട്ടെന്ന് ഗൗരവത്തിലായി. ഞാൻ നിന്നെ നോക്കിയത് മറ്റൊരു കാര്യത്തിനാണ്. നിന്റെ വയറ്റത്ത് എവിടെ ഒരു ബുള്ളറ്റ് തറപ്പിക്കണമെന്ന്. അവൻ പെട്ടെന്ന് പിസ്റ്റൾ എടുത്തു. മരിയ നടുങ്ങി. എന്തെങ്ങനെ? നിന്നെ ഇവിടേക്ക് അയച്ചവരുണ്ടല്ലോ. ആ സെക്കൻഡിൽ എന്നോടൊരു വിവരം പറഞ്ഞിരുന്നു. നിന്നെ കൊല്ലണമെന്നല്ല, മാരകമായ മുറിവേൽപ്പിക്കാൻ. പിന്നെ നീ കോമയിൽ നിന്ന് മാറരുതെന്ന്. എങ്കിലേ ഞങ്ങളുടെ ഒരാൾക്ക് നിന്റെ വൃക്കകൾ കൊണ്ട് പ്രയോജനമുണ്ടാകും. ഒരു നമ്പറിട്ട് നോക്കിയതാണ് രാഹുൽ. പക്ഷേ അതേറ്റു. വിളറിപ്പോയി മരിയ. അവൾ വെട്ടിത്തിരിഞ്ഞ് വാതിൽ തുറക്കാനാഞ്ഞു. നിൽക്കടിയവിടെ. രാഹുൽ കുതിച്ചെഴുന്നേറ്റു. മരിയ നിന്നു. അവൻ അവളുടെ തൊട്ടടുത്തെത്തി. പിന്നെ പിസ്റ്റളിൻ്റെ ബാരൽ തോളിൽ കുത്തി. നീ ഇവിടെ വന്ന് എത്ര സമയം കഴിയുമ്പോൾ പോലീസ് എത്തുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്? മരിയ അമ്പരന്നു. എല്ലാം കൃത്യമായി ഇയാൾ അറിഞ്ഞിരിക്കുന്നു. അതിനർത്ഥം ഇയാൾ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്നാണ്. എന്താടി, അവർ അങ്ങനെ പറഞ്ഞില്ലേ? രാഹുലിന് ദേഷ്യം വന്നു. പറഞ്ഞു. അവളുടെ ചുണ്ടനങ്ങി. അരമണിക്കൂർ കഴിഞ്ഞെന്ന്. രാഹുൽ മൊബൈൽ നോക്കി. അപ്പോൾ ഇനിയുമുണ്ട് 20 മിനിറ്റ്. അത് ധാരാളം. മരിയയ്ക്ക് മനസ്സിലായില്ല. ഇനി നീ അവർ പറയുന്നതല്ല, ഞാൻ പറയുന്നതാണ് കേൾക്കുന്നത്. കാരണം ഇവിടെ നടന്നതും നീ പറഞ്ഞതും മുഴുവൻ എൻ്റെ ഈ സെൽഫോണിലുണ്ട്. അവനത് പറഞ്ഞു നിർത്തിയ നിമിഷം വാതിലിൽ ആരോ തട്ടി. മരിയ ഫെർണാണ്ടസ് ഞെട്ടിത്തിരിഞ്ഞ് രാഹുലിനെ നോക്കി. പോലീസാകുമോ? അയാൾ ഒട്ടും അത്ഭുതപ്പെടാനില്ല. രാഹുലിൻ്റെ മുഖത്ത് പക്ഷേ നേർത്ത ചിരിയായിരുന്നു. കാരണം തന്നെ സ്ത്രീ പീഡനത്തിൽ കുരുക്കാനാണ് ഇവളെ കൊണ്ട് പോലീസോ മുഖ്യനോ ഇങ്ങനൊരു നാടകം കളിപ്പിച്ചതെന്ന സംശയം നേരത്തെ അവനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ആൾ ആരായിരിക്കുമെന്ന് രാഹുലിന് ഊഹമുണ്ട്. കാരണം മരിയ വാതിലടച്ച നിമിഷത്തിൽ അവൻ ഒരാൾക്ക് ഫോണിൽ കാൾ അയച്ചിരുന്നു. ആ ആൾ മുറിയിൽ നടന്നതത്രയും കേട്ടിട്ടുമുണ്ടാവും. വാതിൽ വീണ്ടും മുട്ടുന്ന ഒച്ച മരിയയ്ക്ക് പരിഭ്രമമേറി. പോലീസാണെങ്കിൽ നേരത്തെ രാഹുൽ പറഞ്ഞത് സത്യമാണെങ്കിൽ തൻ്റെ ശരീരം കൊണ്ടുപോകാനാവും വന്നിരിക്കുന്നത്. താൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും? എന്തായാലും നീ ധൈര്യമായിട്ട് നിൽക്ക്, പറഞ്ഞുകൊണ്ട് രാഹുൽ വാതിലിൻ്റെ കൊളുത്തിൽ കൈവച്ചു. ആ സമയത്ത് കോവളത്ത് ഹോട്ടലിൽ മൊബൈലിൽ സമയം നോക്കിയിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വേലായുധൻ മാസ്റ്ററുടെ PA ശിവദാസൻ. കാര്യം നടക്കുമല്ലോ അല്ലേ ശിവദാസ? സംശയത്തോടെ മാസ്റ്റർ തിരക്കി. ശിവദാസൻ ചിരിച്ചു. ഞാൻ ഏറ്റിട്ടുള്ള ഏതെങ്കിലും കാര്യം നടക്കാതിരുന്നിട്ടുണ്ടോ സാറേ? ഏറിയാൽ ഇനി 10 മിനിറ്റ്. അവനെയും അവളെയും പോലീസ് പൊക്കിയിരിക്കും. ഇമ്മോറൽ ട്രാഫിക് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ. 10 ലക്ഷം രൂപയാണ് ശിവദാസൻ മരിയ ഫെർണാണ്ടസിന് വാഗ്ദാനം നൽകിയിരുന്നത്. കഞ്ചാവ് അടിച്ച് കറങ്ങി നടക്കുന്ന തൻ്റെ ആൺ സുഹൃത്തിനൊപ്പം ഹോളിഡേ ആസ്വദിക്കാൻ കോവളത്തെത്തിയതാണ് അവൾ. പക്ഷേ ഹോട്ടലിൽ കൊടുക്കാൻ പോലും പണമില്ലാതായപ്പോൾ മരിയ എന്തിനും സമ്മതിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലവട്ടം പല പുരുഷന്മാരുമായി ഇവിടെ എത്തിയിട്ടുള്ളതിനാൽ അവൾക്ക് നന്നായി മലയാളം സംസാരിക്കാൻ അറിയാം എന്നുള്ളതായിരുന്നു. താൻ ആ CI ഒന്ന് വിളിച്ചു നോക്കിക്കേ, മുഖ്യം വീണ്ടും പറഞ്ഞു. ശിവദാസൻ ഫോൺ എടുത്ത് മെഡിക്കൽ കോളേജ് CIയെ വിളിച്ചു. 1/2 മിനിറ്റ് നേരത്തെ സംസാരം കാൾ മുറിച്ചിട്ട് ശിവദാസൻ അറിയിച്ചു. വീഡിയോ പടയുമായി CI ധനപാലൻ അവൻ്റെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. മാസ്റ്ററുടെ മുഖം തെളിഞ്ഞു. ഇതേസമയം ഇടനാഴിയിൽ നിന്നുകൊണ്ട് മെഡിക്കൽ കോളേജ് CI രാഹുലിൻ്റെ റൂമിൻ്റെ വാതിലിൽ കൈയും കൊണ്ട് മുട്ടി. ആദ്യ പ്രതികരണം ഉണ്ടായില്ല. വാതിൽ തുറക്കാനാണ് പറഞ്ഞത്. CI ശബ്ദമുയർത്തി. ആരാ? അകത്തുനിന്ന് രാഹുലിൻ്റെ ശബ്ദം കേട്ടു. പോലീസ്. ആഹാ, ഞാൻ വിചാരിച്ചു വല്ല പിടിച്ചുപറിക്കാരുമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ വാതിൽ തുറന്നു. പോലീസ് സംഘത്തെയും തൊട്ട് പിന്നിൽ ക്യാമറക്കാരെയും കണ്ട് അവൻ നെറ്റിച്ചൊളിച്ചു. എന്താ സാറേ, പ്രസ് മീറ്റോ? അതോ ഇന്നത്തെ ചാനൽ ചർച്ച എൻ്റെ റൂമിലാണോ? ഇന്ന് മിക്കവാറും കുറേ ചർച്ചകൾ നടക്കുമെടാ, പറഞ്ഞുകൊണ്ട് രാഹുലിനെ ഒരു വശത്തേക്ക് ഒതുക്കി CI ധനപാലൻ അകത്തേക്ക് കയറി. നിങ്ങളും കയറിക്കോ. സാറിൻ്റെ കണ്ണെത്തുന്നിടത്തൊക്കെ ക്യാമറ കണ്ണുകൾ എത്തിക്കണം. അല്ലെങ്കിൽ കിട്ടുന്ന നിധിയിൽ പകുതി അടിച്ചു മാറ്റുന്ന കക്ഷിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ അച്ഛൻ മന്ത്രിയായിരുന്നപ്പോൾ ഇദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട്. CI വിളറിപ്പോയി. എങ്കിലും അത് കേൾക്കാത്ത ഭാവം നടിച്ചു. CI ആ മുറിയിൽ പ്രതീക്ഷിച്ച ആളെ കണ്ടില്ല. പെട്ടെന്ന് ബാത്റൂമിൽ വെള്ളം വീഴുന്ന ഒച്ച. അയാൾ അതിൻ്റെ വാതിൽക്കിലേക്ക് പാഞ്ഞു. ക്യാമറമാൻമാർ മുന്നോട്ടാഞ്ഞു. ക്യാമറ കണ്ണുകൾ ബാത്റൂമിൻ്റെ വാതിലിന് നേർക്ക് ഫോക്കസ് ചെയ്തു. ഏയ്, പുറത്തു വരൂ. CI ധനപാലൻ കെയിൻ കൊണ്ട് വാതിലിൽ തട്ടി. പെട്ടെന്ന് അകത്ത് വെള്ളം വീഴുന്ന ഒച്ച നിലച്ചു. ധനപാലൻ്റെ കണ്ണുകളിൽ വിജയിച്ച ഭാവം മിന്നി. അയാൾ ചാനലുകൾക്ക് ഒരു അടയാളം കാട്ടി. പൊടുന്നനെ വാതിൽ തുറക്കപ്പെട്ടു. ടവലിൽ മുഖം തുടച്ചുകൊണ്ട് ഒരു സ്ത്രീ രൂപം പുറത്തേക്ക് വന്നു. അവർ ടവൽ മാറ്റിയതും കവിളടക്ക അടി കിട്ടിയതുപോലെ വിളറിപ്പോയി ധനപാൽ. അത് സാവിത്രിയായിരുന്നു, രാഹുലിൻ്റെ അമ്മ, മുൻ ആഭ്യന്തരമന്ത്രി രാജസേനൻ്റെ പത്നി. അവർ ധനപാലിനെ തുറച്ചു നോക്കി. എന്താടോ? മിണ്ടാൻ കഴിഞ്ഞില്ല ധനപാലിന്. സാവിത്രിയുടെ കൂർത്ത നോട്ടം ചാനലുകാർക്ക് നേരെയായി. എന്താണ് പ്രശ്നം? എൻ്റെ ഭർത്താവ് കിടക്കുന്നത് വെന്റിലേറ്ററിലാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല എനിക്ക്. അദ്ദേഹം മരിക്കുകയാണെങ്കിൽ നിങ്ങളെ വിവരം അറിയിച്ചോളാം. ചാനലുകാർ പരസ്പരം നോക്കി. പിന്നെ ധനപാലിനെയും. സത്യം പറഞ്ഞേക്കല്ലേ എന്ന ഭാവത്തിൽ ധനപാല കണ്ണടച്ചു കാണിച്ചു. സോറി മാഡം, ഒരാൾ പറഞ്ഞു. സെൻ സാറിന് എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ഞങ്ങൾ. ആ, മനസ്സിലായി, പോയിക്കോ. ചിരിയടക്കി നിൽക്കുകയാണ് രാഹുൽ. CI ധനപാലൻ അവന് രൂക്ഷമായി ഒന്ന് നോക്കി. പിന്നെ അയാളും സാവിത്രിയോട് സോറി പറഞ്ഞ് പോലീസിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു. രാഹുലും പിന്നാലെ ചെന്നു. ധനപാലൻ സാറൊന്ന് നിന്നേ.
അയാൾ നിന്നു. ചാനലുകാർ തിരിഞ്ഞു നോക്കി. ഇത് സ്വകാര്യമാ, നിങ്ങൾക്കുള്ളതല്ല. ചാനലുകാർ നടന്നു പോയി. എന്താ? ധനപാലൻ രാഹുലിനോട് തിരക്കി. കുറച്ച് മുൻപ് വരെ സാറ് തേടി വന്ന പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ വരുന്ന സമയം പോലും കൃത്യമായി അവൾ എനിക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് നേരത്തെ ഞാൻ അവളെ മടക്കി അയച്ചു. രാഹുലേ, ധനപാലൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. വെറുതെ അത് കടിച്ചു പൊട്ടിച്ചിട്ട് കാര്യമില്ല സാറേ. രാഹുലിനെ പൂട്ടണമെങ്കിൽ അതിന് ശരീരത്തിൽ കാക്കി മാത്രം പോരാ, തലയ്ക്കുള്ളിൽ കുറച്ച് എന്തെങ്കിലും കൂടി ഉണ്ടാവണം. ധനപാലൻ്റെ മുഷ്ടികൾ വല്ലാതെ മുറുകി. നിന്നെ ഞാൻ പൂട്ടിയിരിക്കും രാഹുൽ. അതിന് പറ്റിയ പൂട്ട് നിങ്ങൾക്ക് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നടന്നു. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അപ്പോഴും ധനപാലിന് പിടികിട്ടിയിരുന്നില്ല. കോവളം ഹോട്ടൽ കവിളടക്കം അടിയേറ്റ മട്ടിൽ ഇരിക്കുകയാണ് ശിവദാസൻ. CI ധനപാലൻ അല്പം മുമ്പാണ് ഫോണിൽ വിവരം പറഞ്ഞത്. ശിവദാസൻ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലുമുള്ള ധൈര്യമുണ്ടായില്ല. നേരം ഒന്ന് ഉരുട്ടിക്കോട്ടെ, അവളെ ഞാൻ കാണുന്നുണ്ട്, മരിയയെ, അയാൾ പിറുപിറുത്തു. മാസ്റ്റർ മറുപടി നൽകിയില്ല. സമയം രാത്രി 8 മണി. ശിവദാസൻ ഹോട്ടലിൽ നിന്നിറങ്ങി. തന്നെ ആരും തിരിച്ചറിയാതിരിക്കാൻ അയാൾ ഒരു കർച്ചീഫ് മടക്കി തലയിലൂടെ ഇട്ടിരുന്നു. ഈ നേരത്ത് മരിയെ മാത്രമേ പഴയ കോട്ടേജിൽ കാണുകയുള്ളൂ എന്ന് അറിയാം ശിവദാസന്. തെങ്ങിൻ തോപ്പിന് നടുവിൽ നിൽക്കുന്ന കോട്ടേജിന് മുന്നിൽ അയാൾ എത്തി. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ട് സിറ്റൗട്ടിലേക്ക് കയറി വാതിലിൽ മുട്ടി. മരിയെ! അകത്തു നിന്നൊരു ശബ്ദം കേട്ടതുപോലെ തോന്നി. അയാൾ മെല്ലെ വാതിൽ തള്ളി. അത് തുറക്കപ്പെട്ടു. അകത്ത് ഇരുട്ടായിരുന്നു. ശിവദാസൻ അകത്തേക്ക് കാൽ വെച്ചു. ആ ക്ഷണം ആരോ അയാളെ പിന്നിൽ നിന്ന് അകത്തേക്ക് തള്ളി വാതിൽ വലിച്ചടച്ചു. അയ്യോ! ശിവദാസൻ ഇരുട്ടിൽ എവിടെയോ മുഖമടിച്ചു വീണു. കൈക്കുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു അയാൾ. പക്ഷേ വഴുവഴുക്കിലുള്ള ഏതോ ദ്രാവകത്തിൽ എന്നവണ്ണം കൈപ്പത്തികൾ തെന്നിപ്പോയി. ഒപ്പം എന്തോ അപരിചിതമായ ഒരു ഗന്ധവും അയാൾക്ക് അനുഭവപ്പെട്ടു. മരിയെ, എടി, ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കടി. അവിടെ കിടന്നുകൊണ്ട് അയാൾ ചീറി. പക്ഷേ പ്രതികരണമൊന്നും ഉണ്ടായില്ല. വല്ലവിധേനയും ശിവദാസൻ എഴുന്നേറ്റു. കൈകളിൽ പറ്റിയ നനവ് മുണ്ടിൽ തുടച്ചു. കോട്ടേജിലെ ലൈറ്റിൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് അയാൾക്ക് ഊഹമുണ്ടായിരുന്നു. കാരണം ഒന്നിലധികം തവണ നേരത്തെ അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇരുളിൽ തപ്പി അയാൾ ഭിത്തിക്കരികിലെത്തി. പിന്നെ ഭിത്തിയിൽ പരതി സ്വിച്ച് കണ്ടെത്തി ലൈറ്റിട്ടു. മുറിയിൽ വെളിച്ചം പരന്നതും താൻ വീണ ഭാഗത്തേക്ക് അയാൾ നോക്കി. ഹാ! അലറിയുയർന്ന ഒരു നിലവിളി തൊണ്ടയിൽ കുരുങ്ങി വീണു. അവിടെ തറയിൽ അത്തപ്പൂ കണക്കെ കിടക്കുന്ന ചോരയുടെ വലയം. അതിനുള്ളിൽ ചായത്തിൽ കുളിച്ചതുപോലെ ഒരു ശരീരം, സ്ത്രീയുടെ. ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയിലും ശിവദാസൻ സൂക്ഷിച്ചു നോക്കി. മരിയ ഫെർണാണ്ടസ്. വിവശതയോടെ അയാൾ ഭിത്തിയിലേക്ക് ചാരി. മരിയയുടെ കണ്ണുകൾ തുറിച്ചുന്തി നിന്നിരുന്നു. പല്ലുകൾ കോർത്തു പിടിച്ചതുമാതിരി. കഴുത്തിനു മുന്നിൽ തേങ്ങ പൂളിയതുപോലെ ഒരു ചുവന്ന പാട്. അതിലൂടെ പതച്ചു വരികയാണ് രക്തം. മരിയ ഫെർണാണ്ടസ് മരിച്ചിട്ട് അധികം നേരം ആയിട്ടില്ലെന്ന് വ്യക്തം. താൻ അകപ്പെട്ടിരിക്കുന്ന അപകടത്തിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കുവാൻ സെക്കൻഡുകളെ വേണ്ടി വന്നുള്ളൂ ശിവദാസിന്. അയാൾ പെട്ടെന്ന് ഫോണിനായി പോക്കറ്റിൽ പരതി. പക്ഷേ കണ്ടില്ല. ഞൊടിയിടയിൽ പിന്തിരിഞ്ഞ് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. തന്നെ തള്ളിയിട്ട ആൾ അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ശിവദാസൻ കുടുകുടെ വിയർത്തു. അയാൾ തൊട്ടടുത്ത മുറിയിലേക്ക് പാഞ്ഞു. കിച്ചൺ ഭാഗത്തെ വാതിൽ തുറക്കാൻ. എന്നാൽ അതും പൂട്ടിയ നിലയിലായിരുന്നു. ശിവദാസൻ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി. തെങ്ങിൻ തോപ്പ് വിജനമാണ്. കടലിൽ നിന്ന് അടിച്ചു വരുന്ന ഉപ്പുള്ള കാറ്റ് മുറിക്കുള്ളിലേക്ക് പാഞ്ഞു കയറി. പെട്ടെന്ന് കണ്ടു, കോൺവോയ് കണക്കെ 5-6 വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്നു. അതിൽ ഒന്നിനു മുകളിൽ പോലീസിൻ്റെ നീലയും ചുവപ്പുമുള്ള ബീക്കൺ ലൈറ്റുകൾ മിന്നുന്നു. വന്ന വേഗത്തിൽ തന്നെ വാഹനങ്ങൾ തെങ്ങിൻ തോപ്പിലേക്ക് വെട്ടിത്തിരിഞ്ഞു. കോട്ടേജിന് പുറത്ത് അവ ബ്രേക്കിട്ടു. ശിവദാസൻ ജനാലയ്ക്കിൽ നിന്ന് തെന്നി മാറി ഭിത്തിയിൽ ഒട്ടിയതുപോലെ നിന്നു. പിന്നെ മുഖം അല്പം നീട്ടി നോക്കി. പോലീസ് വാഹനത്തിൽ നിന്ന് കാക്കിധാരികൾ ചാടിയിറങ്ങുന്നു. മറ്റ് വാഹനങ്ങളിൽ നിന്ന് ക്യാമറയും മറ്റുമായി മീഡിയക്കാരും. ഇതിനുള്ളിൽ തന്നെയാണെന്ന വിവരം കിട്ടിയത് ആരോ പറയുന്നു. ശിവദാസൻ ശ്വാസമടക്കി. പോലീസുകാർ സിറ്റൗട്ടിലേക്ക് കയറി. വാതിലിൻ്റെ ലോക്ക് നീക്കുന്ന ശബ്ദം. ഒപ്പം തന്നെ ജനാലയിലൂടെ ക്യാമറകളുടെ കനത്ത വെളിച്ചം അകത്തേക്ക് പാളി വീണു കഴിഞ്ഞു. ആ സെക്കൻഡിൽ ശിവദാസൻ കേട്ടു, പിൻഭാഗത്തെ വാതിലിൻ്റെ ലോക്ക് ആരോ തുറക്കുന്നതുപോലെ. ഒരു ശബ്ദം, അല്ലെങ്കിൽ കാറ്റിൽ അനങ്ങിയതാവാം. അവിടേക്ക് നീങ്ങാനുള്ള നേരം കിട്ടിയില്ല. പോലീസിനൊപ്പം ചാനലുകാരും അകത്തെത്തി. അവർ ആദ്യം കണ്ടത് മരിയ ഫെർണാണ്ടസിൻ്റെ മൃതദേഹം. പിന്നെ കണ്ടത് ഭിത്തിയിൽ ചാരി നിൽക്കുന്ന ശിവദാസനെ. സർവരും ഒരു നിമിഷം അമ്പരന്നു. സാറോ? കോവളം CI അരവിന്ദാക്ഷൻ അവിശ്വസനീയതോടെ അയാളെ തുറച്ചു നോക്കി. അരവിന്ദാക്ഷ, ഞാനല്ല ഇത് ചെയ്തത്, എന്നെ കുടുക്കിയതാ. ശിവദാസിൻ്റെ മരവിച്ച ചുണ്ടൊന്ന് ചലിച്ചു. ക്യാമറ കണ്ണുകൾ അയാളെ അടിമുടി ഒഴിഞ്ഞു. സാറ് പിന്നെ ഇതിനാ ഇവിടെ വന്നത്? സാറിൻ്റെ വസ്ത്രത്തിലൊക്കെ എങ്ങനെയാ ചോര പറ്റിയത്? ചോദിച്ചത് ഒരു ചാനൽ റിപ്പോർട്ടറാണ്. എന്നെ പറയാൻ അനുവദിച്ചാൽ ഞാൻ പറയാം. ശിവദാസിന് സങ്കടവും ദേഷ്യവും ഒന്നിച്ചുണ്ടായി. സാറ് പറ. അരവിന്ദാക്ഷനാണ് നിർദ്ദേശിച്ചത്. ഞാൻ ഈ കിടക്കുന്ന സ്ത്രീയെ കാണാൻ ഇവിടെ വന്നെന്നുള്ളത് സത്യമാണ്. പക്ഷേ അയാൾ തനിക്കുണ്ടായ അനുഭവം പറഞ്ഞു. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നിലെ വാതിൽ നോക്കാം. രണ്ടും പുറത്തുനിന്ന് അടച്ചിരിക്കുകയാണ്. അത് ശിവദാസിൻ്റെ അവസാനത്തെ പിടിവള്ളിയാണ്. 2 വാതിലും പുറത്തുനിന്ന് അടയ്ക്കുവാൻ അകത്തു നിന്നുകൊണ്ട് തനിക്കാവില്ലല്ലോ. ഉടൻ ഒരു ക്യാമറമാൻ അവിടേക്ക് ചെന്നു. ഇത് തുറന്നു കൊടുക്കുകയാണല്ലോ. ശിവദാസിൻ്റെ ആ പ്രതീക്ഷയും പോയി. സാറേ, അരവിന്ദാക്ഷൻ പെട്ടെന്ന് ഗൗരവത്തിലായി.
നിങ്ങൾ CMൻ്റെ PA ആണ്. ആ ബഹുമാനം തന്നു കഴിഞ്ഞു ഞാൻ. പക്ഷേ നിങ്ങൾ പറയുന്ന കള്ളങ്ങൾ ഞാൻ വിഴുങ്ങിക്കളയും എന്ന് മാത്രം കരുതരുത്. അരവിന്ദാക്ഷന് തന്നോട് ഉള്ളിൽ പകയുണ്ടെന്ന് അറിയാൻ ശിവദാസന്. കാരണം അയാളുടെ ഒരു പ്രൊമോഷൻ ബ്രേക്ക് ചെയ്തത് താനാണല്ലോ. അരവിന്ദാക്ഷ, എന്നോട് പക പോക്കാനുള്ള നേരമല്ലിത്. ഞാനല്ല ഇത് ചെയ്തത്. ശിവദാസിൻ്റെ മുഖം മുറുകി. പകയോ? എനിക്ക് നിങ്ങളോട് എന്തു പക? അരവിന്ദാക്ഷൻ്റെ സ്വരത്തിൽ ചില മാറ്റം കണ്ടു തുടങ്ങി. പിന്നെ നിങ്ങൾ നിരപരാധിയാണെങ്കിൽ അത് സ്വയം തെളിയിക്കേണ്ടി വരും. പെട്ടെന്ന് ഒരു ചാനൽ റിപ്പോർട്ടർ ഓർമ്മപ്പെടുത്തി. സാറിന് ഒരു സഹായി ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് പുറത്തുനിന്ന് വാതിലടയ്ക്കാമല്ലോ. സാറിന് കൈപ്പിഴ പറ്റിയെന്ന് ബോധ്യമായപ്പോൾ അയാൾ പോയതാണെങ്കിലോ? ശിവദാസിൻ്റെ മുഖം ചുവന്നു. ഒരു ചാനലിൻ്റെ ശമ്പളക്കാരനാണെന്ന് കരുതി എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസായി എന്ന് നീ കരുതല്ലേടാ? അപ്പോൾ വീണ്ടും CI അരവിന്ദാക്ഷൻ ഇടപെട്ടു. വേണ്ട, നിങ്ങൾ തമ്മിൽ ഒരു വാഗ്വാദം വേണ്ട. ശിവദാസൻ സാർ ഒരു കാര്യത്തിന് മാത്രം പക്ഷേ എനിക്ക് മറുപടി തന്നേ മതിയാകൂ. എന്തിന് നിങ്ങൾ ഈ നേരത്തെ ഇവിടെ വന്നു? ശിവദാസിന് ഉത്തരം മുട്ടി. അയാൾ പണിപ്പെട്ട് ഉമിനീർ വിഴുങ്ങി. എൻ്റെ ഒരു പേഴ്സണൽ കാര്യം, അത് ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞോളാം. അതുപോലല്ല സാറേ, അരവിന്ദാക്ഷൻ പരിഹസിച്ചു. മരണപ്പെട്ടിരിക്കുന്നത് ഒരു വിദേശ വനിതയാണ്. കളിയും കളവും മാറും. ശിവദാസൻ തല കുടഞ്ഞു. എനിക്ക് CMനോടൊന്ന് സംസാരിക്കണം. ആരെങ്കിലും ഒരു ഫോൺ തന്നേ. എന്നാലും ആരും കൊടുത്തില്ല. സാറിൻ്റെ ഫോൺ എന്തിയെ? ആരോ തിരക്കി. അതിന് മറുപടി എന്നവണ്ണം ഒരു ഫോണിൻ്റെ ശബ്ദം കേട്ടു. എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. കൊല്ലപ്പെട്ട യുവതിയുടെ വസ്ത്രത്തിനടിയിലേക്ക് അല്പം കയറിക്കിടന്നു മിന്നുന്നു അത്. സംശയത്തോടെ കർച്ചീഫ് എടുത്ത് അതിൽ കൂട്ടിപ്പിടിച്ച് അരവിന്ദാക്ഷൻ ഫോൺ എടുത്തു. കണ്ണിൽ മുളക് പൊടി വീണതുപോലെ ശിവദാസൻ പോളകൾ അമർത്തി. തൻ്റെ ഫോൺ. സാറിൻ്റെ ഫോൺ ഇവളുടെ പോക്കറ്റിലായിരുന്നോ? വിളിക്കുന്നത് CM ആണല്ലോ. അരവിന്ദാക്ഷൻ ഡിസ്പ്ലേയിലേക്ക് തുറച്ചു നോക്കി. CM കാളിംഗ്. ഫോണിൽ അക്ഷരങ്ങൾ നീല നിറത്തിൽ മിന്നിക്കൊണ്ടിരുന്നു. അതിങ്ങ് തന്നേ അരവിന്ദാക്ഷ, ഞാൻ സംസാരിക്കട്ടെ. എന്നെ CMന് മനസ്സിലാകും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്തോ അത് നിങ്ങൾക്ക് ചെയ്യാം. ശിവദാസൻ കൈനീട്ടി. അരവിന്ദാക്ഷൻ പിന്നോട്ട് മാറി. അത് വേണ്ട, ഇത് തൊണ്ടി മുതലാണ്. വിലപ്പെട്ട ഫിംഗർ പ്രിൻറ്റും ഈ മരിച്ചു കിടക്കുന്ന യുവതിയുടെ ബ്ലഡും അടങ്ങിയ കോൺക്രീറ്റ് എവിഡൻസ്. ഒന്ന് നിർത്തിയിട്ട് CI പിന്നിലേക്ക് കൈനീട്ടി. ASI ചെറിയൊരു പ്ലാസ്റ്റിക് കവർ തുറന്നു പിടിച്ചു. അരവിന്ദാക്ഷൻ ഫോൺ അതിനുള്ളിലേക്ക് ഇട്ടു. പിന്നെ അതിൻ്റെ മുകൾ ഭാഗം വിരലുകൾക്കിടയിൽ ചേർത്തമർത്തി. തുടർന്ന് ഫോൺ തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. ഒരു വട്ടം കൂടി ബെല്ലടിച്ചിട്ട് ഫോൺ കട്ടായി. ശിവദാസൻ എന്ത് വേണമെന്നറിയാതെ പതറി നിൽക്കുകയാണ്. അപ്പോൾ CI തുടർന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ എന്ത് വേണമെന്ന് മുഖ്യമന്ത്രി പറയുമെന്ന്. അങ്ങനെ അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാനാണെങ്കിൽ ഇവിടെ പോലീസ് എന്തിനാ? തന്നെ പോലെ ആണും പെണ്ണും കെട്ടവന്മാർ പോരെ? മുഖത്ത് മീൻവെള്ളം വീണതുപോലെ വിളറിപ്പോയി ശിവദാസൻ. അരവിന്ദാക്ഷൻ പറഞ്ഞത് കേട്ട് മീഡിയക്കാർ ചിരിച്ചു. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പോലീസിനോടും പിന്നെ കോടതിയോടും മാത്രം. CA അരവിന്ദാക്ഷൻ തിരിഞ്ഞ് SIയെ നോക്കി. ടേക്ക് ഹിം. നോ, എന്നെ അറസ്റ്റ് ചെയ്യരുത്. അത് പറ്റത്തില്ല. അയാൾ പിന്നോട്ട് മാറി. CI ബലമായി അയാളുടെ കൈകൾ പിടിച്ച് SIക്ക് നേരെ നീട്ടിക്കൊടുത്തു. ശിവദാസിൻ്റെ കൈകളിൽ വിലങ്ങ് വീണു. ഇനി ഈ സാറിനെ കൊണ്ടുപോയി പോലീസിൻ്റെ വണ്ടിയിലിരുത്ത്. അതിനുള്ളിലെ സുഖം കൂടി ഒന്ന് അറിഞ്ഞിരിക്കട്ടെ, അരവിന്ദാക്ഷൻ നിർദ്ദേശിച്ചു. പോലീസ് ശിവദാസിനെ ബൊലേറോയുടെ നേർക്ക് നടത്തിക്കൊണ്ടുപോയി. താപ്പാനകൾ കാട്ടാനകളെ കൊണ്ടുപോകുന്നത് പോലെ ക്യാമറ കണ്ണുകൾ അയാളെ പിന്തുടർന്നു. അപ്പോഴാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്ക് വെട്ടിത്തിരിഞ്ഞു വന്നത്. അതിൽ മരിയ ഫെർണാണ്ടസിൻ്റെ ബോയ് ഫ്രണ്ടായിരുന്നു. സംശയത്തോടെ പോലീസിനെയും മാധ്യമപ്പടയെയും നോക്കിക്കൊണ്ട് അയാൾ ബൈക്കിൽ നിന്നിറങ്ങി. ഹോട്ടൽ റൂമിനുള്ളിൽ കൂട്ടിലടച്ച കാട്ടുമൃഗത്തെപ്പോലെ മുഖ്യമന്ത്രി വേലായുധൻ മാസ്റ്റർ അസ്വസ്ഥനായി അങ്ങിങ്ങ് നടന്നു. ശിവദാസിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തത് എന്താണെന്ന് അയാൾക്ക് സംശയമായി. ഒപ്പം അവ്യക്തമായ ഒരു ഭീതിയും മാസ്റ്ററെ ഗ്രഹിച്ചു. പെട്ടെന്നാണ് വോളിയം കുറച്ചു വച്ചിരുന്ന വാർത്ത ചാനലിൽ കമാൻഡറുടെ ശബ്ദം കേട്ടത്. ബ്രേക്കിംഗ് ന്യൂസ്. വിദേശ യുവതിയുടെ കൊലപാതകം. മുഖ്യമന്ത്രിയുടെ PA അറസ്റ്റിൽ. മാസ്റ്റർ നടുങ്ങി തിരിഞ്ഞു. കേട്ടത് അങ്ങനെ തന്നെയാണോ? അയാൾ റിമോട്ട് എടുത്ത് വോളിയം കൂട്ടി. അപ്പോഴേക്കും TV സ്ക്രീനിൽ ചിത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങിയിരുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന മരിയ ഫെർണാണ്ടസിൻ്റെ അവ്യക്ത ചിത്രം. ഒപ്പം കൈകളിൽ വിലങ്ങിട്ട നിലയിൽ ശിവദാസൻ. മാസ്റ്ററുടെ കണ്ണുകളിലേക്ക് കൂരിരുൾ കുത്തിക്കയറി. പിന്നെ TVയിൽ പറഞ്ഞൊന്നും അയാൾ കേട്ടില്ല. വിവശനായി കസേരയിലേക്ക് വീണു. പ്രപഞ്ചം കീഴ്മേൽ മറിയുന്നതും തൻ്റെ സുഖസൗഭാഗ്യങ്ങൾ കടൽത്തിരകൾ വലിച്ചുകൊണ്ടു പോകുന്നതും വേലായുധൻ മാസ്റ്റർ അറിഞ്ഞു. ഒന്ന് സഹായിക്കാൻ ആരെ വിളിക്കണം? ആരെ വിളിച്ചാലും അത് അപകടമാണെന്ന് മാസ്റ്റർക്ക് തോന്നി. അടുത്ത നിമിഷം മാസ്റ്ററെ വിറപ്പിച്ചുകൊണ്ട് സെൽഫോൺ ശബ്ദിച്ചു. ഞെട്ടലോടെ വേലായുധൻ മാസ്റ്റർ ഫോണിലേക്ക് നോക്കി. തീപ്പോയിൽ കിടന്ന് വിറയ്ക്കുകയാണത്. എടുക്കാൻ കൈ നീട്ടിയെങ്കിലും മുന്നിൽ ഫണം വിടർത്തിയ സർപ്പത്തെ കണ്ടതുപോലെ പിൻവലിച്ചു. ഒരു തവണ അടിച്ചു നിന്നിട്ട് പെട്ടെന്ന് വീണ്ടും അത് ശബ്ദിക്കാൻ തുടങ്ങി. ഇത്തവണ കസേരപ്പടിയിൽ കൈ പിടിച്ചുകൊണ്ട് അയാൾ മുന്നോട്ടാഞ്ഞ് ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി. രാഹുൽ, അവനെല്ലാം അറിഞ്ഞിട്ട് വിളിക്കുകയാണ്. അതല്ലെങ്കിൽ ശിവദാസൻ കുരുങ്ങിയതിന് പിന്നിൽ അവനായിരിക്കുമോ? അത്തരമൊരു ചിന്ത മിന്നൽ പോലെയാണ് മാസ്റ്റർക്കുണ്ടായത്. അതോടെ അയാളിൽ കോപം ഇരമ്പി. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് റിസീവർ ബട്ടൺ പ്രസ് ചെയ്തു. എന്താണ് നിനക്ക് വേണ്ടത്?
മറുപുറത്ത് നിന്ന് ഉച്ചത്തിലുള്ള ചിരി കേട്ടു. വേണ്ടത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ അച്ഛന് ചീഫ് മിനിസ്റ്റർ പദവി. രാഹുലിൻ്റെ സ്വരം മുറുകി. പണ്ട് പുരാണത്തിൽ വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളക്കാൻ മേനകയെ അയച്ചതായി ഒരു സീരിയൽ കണ്ടു. അതുപോലെ ഒരു കളിക്കാണ് നിങ്ങൾ മുതിർന്നത്. മരിയ ഫെർണാണ്ടസ് എന്നൊരു സ്ത്രീയെ എൻ്റെ മുന്നിലേക്ക് പറഞ്ഞുവിട്ടാൽ എന്നെ വീഴ്ത്താമെന്നും ഇമ്മോറൽ ട്രാഫിക്കിൽ കുരുക്കി നാണം കെടുത്താമെന്നും കരുതിയോ? മാസ്റ്റർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. തൊണ്ടയിൽ ഉമിനീർ വറ്റി വരണ്ടു. അപ്പോൾ രാഹുലിൻ്റെ സ്വരം വീണ്ടും കേട്ടു. നിങ്ങൾക്ക് തെറ്റിപ്പോയി മിസ്റ്റർ. ഇത് ആള് വേറെ. ഞാൻ വിശ്വാമിത്രനല്ല, ഭസ്മാസുരനാണ് എന്ന് നിങ്ങൾ മറന്നു. അതുകൊണ്ടാണ് എനിക്ക് വെച്ച കെണിയിൽ തന്നെ നിങ്ങളുടെ പിയെ കുരുങ്ങിയത്. വേലായുധൻ മാസ്റ്റർ കടപ്പല്ലമർത്തി. ഒരു പിയെ പോയാലും ഞാൻ സർവശക്തനായി ഉണ്ട് എന്ന് നീ മറക്കലയുടെ കൊച്ചനെ. എത്ര ശക്തനാണെങ്കിലും അരവിന്ദാക്ഷൻ എന്ന CI നിങ്ങളുടെ PA ശിവദാസിനെ ഇടിച്ചു പിഴിഞ്ഞിട്ടായാലും സത്യം പുറത്തു കൊണ്ടുവരും. അപ്പോൾ പിന്നെ ഇരിക്കാനൊരു മരപ്പലക പോലും ഉണ്ടായെന്ന് വരില്ല. നമുക്ക് കാണാം. കാണാം. രാഹുൽ കാൾ കട്ട് ചെയ്തിട്ടും ഫോൺ കാതിൽ അമർത്തി അങ്ങനെ തന്നെ ഇരുന്നു പോയി ചീഫ് മിനിസ്റ്റർ. അല്പം കഴിഞ്ഞപ്പോൾ അയാൾ രണ്ടും കൽപ്പിച്ച് DGPയുടെ നമ്പർ കുത്തി. ഫോൺ ടീപ്പോയിലേക്ക് ഇട്ടിട്ട് മുന്നിലിരിക്കുന്ന സ്പാനർ മൂസയെ നോക്കി ഒന്ന് ചിരിച്ചു രാഹുൽ. കിഴവൻ ഇപ്പോഴും ധൈര്യം ഭാവിക്കുന്നുണ്ടെങ്കിലും ആ നെഞ്ചിടിപ്പ് എനിക്ക് ഫോണിലൂടെ കേൾക്കാമായിരുന്നു. തലയാട്ടിക്കൊണ്ട് മൂസ മുന്നിൽ ഒഴിച്ചു വെച്ചിരുന്ന പിനാക്കിൽ വോഡ്കയുടെ ഗ്ലാസ് ഉയർത്തി വായിലേക്ക് ചരിച്ചു. വാസ്തവത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായി കാണില്ല കിഴവന്. രാഹുൽ സമ്മതിച്ചു. ഒപ്പം ഓർത്തു. ആരോ വാതിലിൽ തട്ടിയപ്പോൾ മരിയ ഫെർണാണ്ടസ് കരുതിയത് പോലീസായിരിക്കുമെന്നാണ്. എന്നാൽ തനിക്കറിയാമായിരുന്നു അത് മൂസയാണെന്ന്. മൂസയ്ക്കൊപ്പം മരിയയെ ആശുപത്രി പിൻഭാഗത്തെ ഗേറ്റ് വഴി അയച്ച നിമിഷത്തിലായിരുന്നു പോലീസിൻ്റെ വരവ്. തൻ്റെ റൂമിലെത്തിച്ച മരിയയെ ശരിക്ക് സന്തോഷിപ്പിച്ച ശേഷമാണ് മൂസ കോവളത്തേക്ക് കൊണ്ടുപോയി കഴുത്തറുത്തത്. ആ സമയം താൻ പുറത്തു പോയി കോയിൻ ബൂത്ത് വഴി കോവളം CIക്കും മീഡിയക്കാർക്കും വിവരം നൽകുകയും ചെയ്തു. ഓർമ്മയിൽ സന്തോഷം നിറഞ്ഞ മനസ്സോടെ രാഹുലും ഗ്ലാസ് ഉയർത്തി. അടുത്ത ദിവസം കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പിങ്ക് പോലീസ് SI വിജയ വീട്ടിലെത്തി. തലസ്ഥാനത്ത് അരങ്ങേറുന്ന നാടകവും ഭരണസ്തംഭനവുമൊക്കെ അവർ TV-യിൽ കണ്ടിരുന്നു. അന്ന് തന്നെ അനൂപിൻ്റെ ശവസംസ്കാരവും നടന്നു. വിജയുടെ സഹപ്രവർത്തകരായ SIമാർ സന്ധ്യ വരെ അവിടെ ഉണ്ടായിരുന്നു. സമയം രാത്രി. വീടിന് മുന്നിൽ ഒരു ബുള്ളറ്റ് ബൈക്ക് വന്നു നിന്നു. ഉറങ്ങാതെ കിടക്കുകയായിരുന്നു വിജയ, ഇരുട്ടിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട്. തൊട്ടടുത്ത കിടക്കയിൽ അമ്മയുടെ ഇടപെട്ടുള്ള ദീർഘനിശ്വാസം കേട്ടു. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു തൻ്റേത് എന്ന് വിജയ ഓർത്തു. ആ സമയത്താണ് മുറ്റത്ത് ബൈക്കിൻ്റെ ഒച്ച കേട്ടത്. അവൾ സംശയത്തോടെ എഴുന്നേറ്റു. ആരാ മോളെ? മാലിന്യ തിരക്കി. അറിയില്ല. അവൾ ശബ്ദം താഴ്ത്തി. ഞാൻ നോക്കാം. സൂക്ഷിക്കണേ. അങ്ങനെ പറഞ്ഞെങ്കിലും മാലിനിയും അവൾക്കൊപ്പം എഴുന്നേറ്റു. ലൈറ്റിടാതെ ഇരുവരും ഹാളിലെത്തി. ശബ്ദമുണ്ടാക്കാതെ വിജയ സിറ്റൗട്ടിലേക്കുള്ള ജനാല തുറന്നു. അടുത്ത നിമിഷം ആറ്റുചരടുകളെ പിൻചക്രത്തിനിടയിൽ പിന്നോട്ട് തെറിപ്പിച്ചുകൊണ്ട് ബൈക്ക് പാഞ്ഞുപോയി. അതിൻ്റെ പിന്നിലെ ചുവന്ന വെളിച്ചം മാത്രമേ വിജയ്ക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ഹാളിലെ ലൈറ്റ് തെറിച്ചുകൊണ്ട് അവൾ വാതിൽ തുറക്കാൻ ഭാവിച്ചു. വേണ്ട മോളെ. മാലിനിക്ക് ഭീതിയായി. പെട്ടെന്ന് വിജയ പിന്നിൽ മറച്ചു പിടിച്ചിരുന്ന പിസ്റ്റൾ മുന്നോട്ട് നീട്ടി. ശേഷം വാതിൽ തുറന്നു. അവിടെ സിറ്റൗട്ടിലെ ടീപ്പോയിൽ ഒരു കവർ കിടന്നിരുന്നു. വിജയ സംശയത്തോടെ അതെടുത്തു. പിന്നെ അകത്ത് കയറി വാതിലടച്ചിട്ട് കവർ തുറന്നു. അതിൽ ഏതാനും വരികളിൽ എഴുതിയ കത്ത്. ഐ ആം സോറി വിജയ. ഒരു പക്ഷേ ഈ ദുരന്തത്തിന് ഞാൻ കൂടി ഉത്തരവാദിയാണെന്ന് സംശയിക്കുന്നു. നോബിൾ തോമസിനെ രക്ഷപ്പെടുത്തിയതാവാം ശത്രുക്കളുടെ പ്രതികാര നടപടിക്ക് കാരണമെന്ന് കരുതുന്നു. ഇനി വിജയയെ ആരും ഉപദ്രവിക്കില്ല. കൽക്കി. കത്തിലേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ഒരു നിമിഷം നിന്നു വിജയ. ആരുടെ കത്താ മോളെ? മാലിനിക്ക് ആകാംക്ഷ. ഉത്തരം പറഞ്ഞില്ല വിജയ. ആ കടലാസ് ഭദ്രമായി മടക്കി കവറിനുള്ളിൽ തന്നെ നിക്ഷേപിച്ചു. ആ സമയം തിരുവനന്തപുരത്ത് തൻ്റെ ഓഫീസിലേക്ക് കോവളം CI അരവിന്ദാക്ഷനെ വിളിച്ചു വരുത്തി DGP ഇർഫാൻ മുഹമ്മദ്. സാർ. തൻ്റെ സുപ്പീരിയറിന് മുന്നിൽ അരവിന്ദാക്ഷൻ അറ്റൻഷനായി. DGP അയാളെ അടിമുടി നോക്കി. കഴിഞ്ഞ പകൽ മുഴുവൻ ഞാൻ തന്നെ തിരഞ്ഞു കണ്ടില്ല. സെൽഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കസ്റ്റഡിയിൽ എടുത്ത പ്രതിയുമായി താൻ എവിടെയായിരുന്നു? സാർ. അരവിന്ദാക്ഷൻ ഒരടി കൂടി മുന്നിലേക്ക് നീങ്ങി നിന്നു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വധിക്കുമെന്ന് എനിക്ക് ഒരു അനോണിമസ് കാൾ കിട്ടി. അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ തെറിക്കുന്നത് എൻ്റെ തൊപ്പിയാണല്ലോ. ഇർഫാൻ മുഹമ്മദിൻ്റെ പുരുകം ചുളിഞ്ഞു. അല്ലെങ്കിലും തൻ്റെ തൊപ്പി തെറിച്ചേക്കും. എടോ, തന്നോട് എനിക്ക് ഒരു പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ട് ചോദിക്കുക. അറസ്റ്റ് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്ററുടെ PA ആണെന്ന് അറിഞ്ഞപ്പോഴെങ്കിലും തനിക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? അരവിന്ദാക്ഷൻ തലയാട്ടി. അങ്ങനെ വിളിക്കാതിരുന്നുകൊണ്ട് സാറിൻ്റെ മാനം രക്ഷപ്പെട്ടു. DGPയുടെ കണ്ണുകൾ ചുരുങ്ങി. അരവിന്ദാക്ഷൻ വിശദീകരിച്ചു. ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ അയാളെ കസ്റ്റഡിയിലേക്ക് എടുക്കാൻ സാറ് സമ്മതിക്കത്തില്ലായിരുന്നു. ഉറപ്പ്. ചുറ്റും കൂടി നിൽക്കുന്ന മീഡിയക്കാരോട് എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ ഇന്നത്തെ പത്രങ്ങളിലും TV ചാനലുകളിലും പിന്നെ അന്തിച്ചർച്ചയിലും സാറ് നിറഞ്ഞു നിന്നേനെ.
അങ്ങനെയൊരു നാണക്കേടിൽ നിന്ന് ഞാൻ സാറിനെ രക്ഷിച്ചില്ലേ? ഇർഫാൻ മുഹമ്മദ് തലയാട്ടി സമ്മതിച്ചു. ബൈ ശിവദാസൻ എവിടെയാ? അയാൾക്ക് CM-നേക്കാൾ അഹങ്കാരമായിരുന്നു. ഒരർത്ഥത്തിൽ താൻ ചെയ്തത് തന്നെയേ ശരി. പക്ഷേ CM ഒറ്റ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാ, അയാളെ രക്ഷിക്കണമെന്ന്. അരവിന്ദാക്ഷൻ ഒരു നിമിഷം മൗനം, പിന്നെ അറിയിച്ചു. എൻ്റെ അണ്ടറിൽ തന്നെയുണ്ട് ശിവദാസൻ. അയാളെ നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവർ കാണൂ. DGP ഒന്ന് പകച്ചു. എടോ, ഞാനിവിടുത്തെ DGP ആണ്. ചില കോമഡിക്കാരൊക്കെ എന്നെ ഒരു കോമാളിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് എന്നത് നേര്. പക്ഷേ താൻ ഈ പറയുന്നതും കാണിക്കാൻ പോകുന്നതും തീക്കളിയാ. ഇർഫാൻ മുഹമ്മദ് അരവിന്ദാക്ഷൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അരവിന്ദാക്ഷന് ചിരി വന്നു. സാർ ശരിക്കും കോമാളിയാകുന്നത് ഇപ്പോഴാ. എടോ, DGPയുടെ മുഖം ചുവന്നു. സത്യമോ സാറേ? അരവിന്ദാക്ഷൻ പതറിയില്ല. സാർ ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് മുന്നിൽ പഴയ നിക്കർ പോലീസിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവി ഒരിക്കലും ഇങ്ങനെ വിനീത വിധേയദാസനായിക്കൂടാ. ഭരിക്കുന്നവൻ പറയുന്നത് തെറ്റാണെങ്കിൽ നെഞ്ചും വിരിച്ചു നിന്നത് തുറന്നു പറയണം സാർ. എങ്കിലേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പോലീസിൽ വിശ്വാസമുണ്ടാകൂ. ഇർഫാൻ മുഹമ്മദ് കേട്ടിരുന്നു. അരവിന്ദാക്ഷൻ തുടർന്നു. ഈ ശിവദാസിനെക്കുറിച്ചുള്ള എത്രയോ ഫയലുകൾ ഇപ്പോഴും അങ്ങയുടെ ഈ ഓഫീസിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ടാവും. നൊട്ടോറിയസ് ക്രിമിനലാണ് അയാളെന്ന് സാറിനും എനിക്കും അറിയാം. അങ്ങനെയുള്ളവനെ രക്ഷിക്കേണ്ട ആവശ്യമെന്താ നമുക്ക്? പിന്നെയും അയാൾ നമ്മുടെ നെഞ്ചത്തേക്ക് കയറും എന്നല്ലാതെ. അരവിന്ദാക്ഷൻ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് ഇർഫാൻ മുഹമ്മദിന് അറിയാം. അവസാനം അയാൾ നിർദ്ദേശിച്ചു. ഓക്കെ, യു ക്യാരി ഓൺ. ബട്ട് ബാക്കി പറയേണ്ട സാർ, എനിക്കറിയാം. അരവിന്ദാക്ഷൻ അറ്റൻഷനായി DGPക്ക് ഒരു സല്യൂട്ട് കൂടി നൽകിയിട്ട് തിരിഞ്ഞു നടന്നു. ഇർഫാൻ മുഹമ്മദിൻ്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായി. കഥ തുടരും.